നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യൂസിലാൻഡിലുള്ള വിശുദ്ധന്മാരും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. നമ്മളിങ്ങനെ ഒത്തുകൂടുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരണം. നമ്മുടെ അകക്കണ്ണുകൾ കൂടുതൽ പ്രകാശിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളും വചനത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരുവാൻ ഇങ്ങനത്തെ കൂടിവരവുകളെല്ലാം, അത് നമ്മൾ കൂടി വരുന്നത് മാത്രമല്ല, വിശുദ്ധന്മാർ സത്യവചനത്തിന് മുമ്പാകെ ഭൂതലത്തിൽ എവിടെയെല്ലാം ഒരുമിച്ച് കൂടുന്നുണ്ടോ അതെല്ലാം ദൈവസഭയുടെ കെട്ടുപണിക്ക് ഉതകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളുടെ ഒത്തുചേരലുകൾ ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. കഴിഞ്ഞ നാളുകളിൽ വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചും ധ്യാനിച്ചും മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലൊരു 1-2 ആഴ്ചയായിട്ട് പൊതുവായ ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സംസാരത്തിലേക്ക് വരുവാൻ, ധ്യാനത്തിലേക്ക് വരുവാനൊരു കാരണം എന്ന് പറയുന്നത്, പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ നടുവിൽ സാധാരണഗതിയിൽ വെളിയിലുള്ള, അതായത് എപ്പിസ്കോപ്പൽ സഭകളിലുള്ള ശുശ്രൂഷകർ, ബിഷപ്പുമാർ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ അധികം കടന്നു വരാറില്ല. എന്നാൽ ഈ അടുത്തിടയ്ക്ക് ഒരു പ്രമുഖ സമൂഹത്തിൻ്റെ നടുവിലേക്ക് അങ്ങനെ ഒരു സീനിയർ ബിഷപ്പ് കടന്നു വരാനിടയായി. അദ്ദേഹം അവിടെ നിന്ന് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചാരം ലഭിക്കുകയും അതിന് സമ്മിശ്ര പ്രതികരണങ്ങൾ, അതായത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ സംസാരിക്കുന്ന കേൾക്കാനിടയായി. ഈ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്നവർ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയോ വ്യക്തതയോ ഒന്നും മനസ്സിലാക്കിയിട്ടല്ല, അവരുടെ ആ ഹൃദയത്തിലെ താല്പര്യങ്ങളും മനസ്സിൽ വരുന്നതായ ചിന്തകളും ഒക്കെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മളും ഇവിടെ ആ കാര്യങ്ങൾ അല്പം സംസാരിക്കാനിടയായി. അതിൻ്റെ ആ ഒരു തുടക്ക ആഴ്ചയിൽ അത് കഴിഞ്ഞ് പിന്നെ പൊതുവായ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി. വേർപെട്ട സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന ആത്മീയ മൂല്യങ്ങളെക്കുറിച്ചും വിശ്വാസ മേഖലയിൽ നമ്മൾ പുലർത്തുന്നതായ ചില വ്യക്തതകളെക്കുറിച്ചും, അതേസമയം എപ്പിസ്കോപ്പൽ സഭകളിലുള്ള സഹോദരങ്ങളും നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകാനിടയായി. എപ്പിസ്കോപ്പൽ സഭകളിലുള്ള സഹോദരങ്ങളും അതിലെ അവരുടേതായ ശുശ്രൂഷകരൊന്നും നമ്മുടെ ശത്രുക്കളൊന്നുമല്ല. അവരോടൊന്നും നമുക്ക് ഒരു വിരോധവുമില്ല, സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ല, സ്നേഹമൊക്കെയുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളും മുറുകെ പിടിക്കുന്നതുമായ കാര്യങ്ങളും പിൻപറ്റുന്നതുമായ കാര്യങ്ങളെ ഉറപ്പിച്ച് പറയേണ്ടതുള്ളത് കൊണ്ട് നമ്മളതങ്ങനെ പറയുകയാണ്. നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾക്കും അത് പ്രയോജനമാണ്, മേലാൽ നമ്മളെ കേൾക്കുന്നവർക്കും പ്രയോജനമാണ്. വരുംകാലത്തും ആരെങ്കിലുമൊക്കെ കേൾക്കുകയാണെങ്കിൽ അടുത്തടുത്ത തലമുറകൾ വളർന്നു വരികയല്ലേ. അപ്പോൾ അവരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ തലമുറ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, അവരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ അവരതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ്, അതെയോ ചുമ്മാ മൗനം പാലിച്ചിരിക്കുകയായിരുന്നോ, അതെയോ അവർ വചനത്തിലൂടെ ആ കാര്യങ്ങളെ എങ്ങനെയാണ് വീക്ഷിച്ചത്, എങ്ങനെയാണ് അതിനെയൊക്കെ പരിഗണിച്ചത് എന്നുള്ള ഒരു ബോധ്യം അവർക്കും കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോയത്. അതിൻ്റെ ആദ്യ സമയത്ത് സംസാരിച്ചു പോയപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്നും 6-ാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ പറയാനിടയായി. അതായത് 3-ാം അധ്യായത്തിൽ നിന്നും വീണ്ടും ജനനത്തെക്കുറിച്ച് സംസാരിച്ചു. അത് നമ്മളുടെ ഉത്തമമായ ബോധ്യത്തിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഉത്തമമായ ബോധ്യമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയപ്പെട്ട കൂട്ടങ്ങളിലുള്ള അവരോട് ചോദിച്ചാലും അവർ പറയും ഞങ്ങളുടെയും ഉത്തമമായ ബോധ്യമാണ്. 2 കൂട്ടരും ഉത്തമമായ ബോധ്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ ബോധ്യമില്ലാത്ത കാര്യങ്ങളല്ല അവരും പറയുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ സൂക്ഷ്മമായി ദൈവവചനത്തിൽ നിന്ന് കാര്യങ്ങളെ വിലയിരുത്തും. അതായത് അപ്പോസ്തലന്മാർ ഈ കാര്യങ്ങളെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്, പരിഗണിച്ചിട്ടുള്ളത്, അതിൻ്റെ നിഴലുകൾ പഴയ നിയമത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വയ്ക്കും. യേശുക്രിസ്തു ഈ കാര്യങ്ങളെ എങ്ങനെയെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പൊതുവിലുള്ള രക്ഷയുമായി ബന്ധപ്പെട്ട് രക്ഷയ്ക്ക് നമ്മുടെ പ്രത്യാശയ്ക്കുമൊക്കെ തടസ്സം വരുന്നതോ വിഘ്നം വരുന്നതുമായ നിലയിൽ ഒരു പഠിപ്പീര് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പഠനങ്ങളെല്ലാം പ്രോഗ്രസീവായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ
അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചും ഉറപ്പിച്ചും മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ്. അതിൽ ഒരു കാര്യത്തിൽ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോൺക്രീറ്റായിട്ട് അതങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അതിൽ നിന്ന് വ്യതിചലിക്കുന്ന വിഷയം ഉദിക്കുന്നില്ല. വീണ്ടും ജനനത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അവർ വെള്ളത്താൽ വീണ്ടും ജനിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വെള്ളം എന്ന് പറയുന്നത് ദൈവവചനമാണെന്ന് നമ്മൾ പഠിപ്പിക്കും, നമ്മൾ സ്ഥാപിക്കും. അതിന് നമുക്ക് തെളിവുകളുണ്ട്, ധാരാളം തെളിവുകളുണ്ട്. അത് ഒരു വചനമോ 2 വചനമോ 3 വചനമോ ഒന്നും അല്ല, ധാരാളം വചനങ്ങളുണ്ട്. അതുപോലെ തന്നെ കൃത്യമായി നമ്മെ ഉറപ്പിക്കുമാറ്, അല്ലെങ്കിൽ നമുക്കൊരു ചാഞ്ചല്യമില്ലാത്ത നിലയിൽ യെസ് ഇങ്ങനെ തന്നെയാണ് എന്നുറപ്പിക്കുന്ന പഴയ നിയമ പുതിയ നിയമ വേദഭാഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. രക്ഷയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് മാത്രമല്ല പഠിക്കുന്നത്, പഴയ നിയമത്തിൽ നിന്നും ഒക്കെ പഠിക്കും. രക്ഷയുടെ അനുബന്ധമായി ചേർത്ത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് വിശ്വാസ സ്നാനത്തെക്കുറിച്ച്. അപ്പോൾ അത് രണ്ടും കൂടെ അങ്ങനെ അങ്ങ് അകറ്റി മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഇഴചേർന്ന് നിൽക്കുന്ന വിഷയങ്ങളാണ്. അതിനെയെല്ലാം ചേർത്ത് നിർത്തി പഠിക്കാൻ ഭാഗത്തിന് മനോഹരമായ വേദഭാഗങ്ങൾ പഴയ നിയമത്തിലുണ്ട്. സംഭവങ്ങൾ, അതായത് ഇൻസിഡൻസ് ധാരാളം ഉണ്ടല്ലോ. ആ കാര്യങ്ങളെയൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നമ്മെ തന്നെ ഉറപ്പിക്കുന്നത്. അത് നമ്മുടെ മനസ്സിന് അസ്വസ്ഥത വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക, ഒരു അസ്വസ്ഥതയിലേക്ക്, ഒരു റെസ്റ്റ്ലെസ് അനുഭവത്തിലേക്ക് പോവുകയാണെങ്കിൽ അർത്ഥം ആ വിഷയം നമ്മൾ ഉറപ്പിച്ചിട്ടില്ല, അതായത് കൃത്യമായിട്ടില്ല. അതിൽ നമുക്ക് ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട്. വചനത്തിൽ നിന്നും ആത്മാവിൻ്റെ പിൻബലത്തിൽ ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉറപ്പിക്കപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതാണ് ഈ യോഹന്നാൻ 3 നിന്ന് നമ്മൾ പറഞ്ഞത്. ആ സഹോദരങ്ങൾ അങ്ങനെ പറയുമ്പോൾ അത് ഏച്ചു കെട്ടിയ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും കൂടിച്ചേരാതെ പോകും. അതിനൊരു ചേർച്ചയില്ലാതെ പോകും. ഇപ്പോൾ ഈ വെള്ളം കുട്ടികളുടെ തലയിൽ തളിച്ചുകൊണ്ട് അവരെ മാമോദീസായിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ വിഷയമുള്ളത്, തെറ്റിദ്ധരിക്കപ്പെടുന്ന 1-2 വാക്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വിടുവിൻ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വിടുവിൻ, അവരെ തടയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, ഇങ്ങനെയുള്ളവരല്ലോ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന്. കുട്ടികൾ നിഷ്കളങ്കരാണ്, അതേസമയം കുട്ടികളിൽ പാപമില്ലെന്നല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളിൽ പാപമുണ്ട്. അവർ ജനിക്കുന്നത് ആദാമ്യ പ്രകൃതിയിലല്ലേ, ജഡത്തിൻ്റെ ഇഷ്ടത്താലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടത്താൽ ജനിച്ചിരിക്കുന്ന ഏതൊരു കുഞ്ഞിനെയും സങ്കീർത്തനങ്ങളിൽ പറഞ്ഞതുപോലെ ആ ജനനത്തിൽ തന്നെ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ദാവീദ് പറഞ്ഞതുപോലെ ആ ഗർഭധാരണത്തിൽ ആ ശിശു ഈ ഭൂമിയിൽ ഉരുവായി വരുമ്പോൾ തന്നെ ആ ഹെറിഡിറ്റി അങ്ങനെയാണ് വരുന്നത്, ആദാമ്യ ഹെറിഡിറ്റിയിലാണ് നിൽക്കുന്നത്. ആ ജനനത്തിൽ തന്നെ പാപത്തിൻ്റെ നേച്ചറുണ്ട്. അപ്പോൾ കുട്ടികൾ പാപരഹിതരാണെന്നല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളിൽ പാപമുണ്ട്, പക്ഷെ പാപം കണക്കിടുന്നില്ല. അവർക്ക് പ്രായമായി വരുമ്പോൾ, മുതിർന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ സുവിശേഷം കേട്ട് വിശ്വാസ വഴിയിലേക്ക് വരുവാനുള്ള സാഹചര്യമുണ്ട്. അതേസമയം മറുസൈഡിൽ ഈ മാമോദീസായോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ 56-ാം ദിവസമോ 60-ഓ 90-ഓ അങ്ങനെ ഏതൊരു സമയത്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ സാധാരണ മാമോദീസായിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഈ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കുഞ്ഞുങ്ങളെ അങ്ങനെ മാമോദീസ മുക്കി പിന്നെ അവരുടെ മേൽ ഈ സ്ഥൈര്യലേപനവുമായി ബന്ധപ്പെട്ട്, അല്ലെ മറുസൈഡിൽ ഈ കാത്തലിക് ഓർത്തഡോക്സ് 2 കൂട്ടരുടെ മാമോദീസായിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ചെറുതായിട്ടൊരു വ്യത്യാസം. ഓർത്തഡോക്സ് സമൂഹങ്ങളിലെ, അതായത് സിറിയൻ ഓർത്തഡോക്സ് സമൂഹങ്ങളെല്ലാം, ആ ശ്രേണിയിൽ വരുന്ന എല്ലാവരും അവരുടെ മാമോദീസ സമയത്ത് തന്നെ ഈ മാമോദീസ തൊട്ടിക്കകത്തേക്ക് എത്രയോ ഡ്രോപ്സ്, 6-7 ഡ്രോപ്സ് ഈ മുറോൻ അതിനകത്തേക്ക്, അതായത് ഈ മാമോദീസയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തൈലം അതിലേക്ക് ഒഴിക്കും, ഡ്രോപ്പായിട്ട്. അത് കഴിഞ്ഞ് ആ പുരോഹിതൻ ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഈ കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്നു. അങ്ങനെയാണല്ലോ അത് ചെയ്യുന്നത്. അതും കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ 4-5 ഭാഗങ്ങളിൽ ഈ അഭിഷേക തൈലം എന്ന പേരിൽ അറിയപ്പെടുന്ന മുറോൻ അത് പൂശും. അങ്ങനെ അവർ പരിശുദ്ധാത്മാവിനെ ഓൾറെഡി കൊടുത്തു കഴിയും. കാത്തലിക് സഹോദരങ്ങൾ അങ്ങനെയല്ല. കുറച്ചും കൂടെ കുഞ്ഞുങ്ങൾ മുതിർന്നതായി വന്നു കഴിയുമ്പോൾ ഒരു സ്ഥിരീകരണം എന്ന നിലയിൽ, സ്ഥൈര്യലേപനം എന്നുള്ള നിലയിൽ, സ്ഥിരീകരണം CSIക്കാരുടെയാണ്, സ്ഥിരീകരണം എന്ന നിലയിൽ CSIക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതേസമയം സ്ഥൈര്യലേപനം എന്നുള്ള നിലയിൽ കാത്തലിക് സമൂഹം ഈ കുഞ്ഞുങ്ങളുടെ നെറ്റിമേലൊക്കെ ഈ തൈലം പൂശിവിടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഈ കാര്യം സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഈ തൈലം, അഭിഷേക തൈലം മനുഷ്യൻ്റെ ശരീരത്തിൽ പുരട്ടരുതെന്ന് വളരെ സ്പെസിഫിക്കായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്.
ശരീരത്തിൽ പുരട്ടരുത്. ശരീരത്തിൻ്റെ ഭാഗമാണ് നെറ്റിയൊക്കെ. ഇത് തലമേലൊഴിക്കുന്നതാണ്. തലമേലൊഴിച്ച് അത് താഴേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നതാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ രീതി നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെ ചെയ്യാനായിട്ടുള്ള പ്രമാണം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാരമ്പര്യമാണെന്ന് പറഞ്ഞ് തടി തപ്പും. പാരമ്പര്യമാണെന്ന് അത് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ചെറിയൊരു അന്തരം ആ വിഷയത്തിലുണ്ടെന്ന് ഞാൻ പറയായിരുന്നു. അതുപോട്ടെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ ചെറുപ്രായത്തിൽ തന്നെ മാമുദീസായിൽ ദൈവവഴിയിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ എല്ലാം ഭദ്രമായി, എല്ലാം ഓക്കെയായി. മറു സൈഡിൽ നിന്ന് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാമുദീസായിക്ക് ഏൽപ്പിക്കുന്നില്ല. അവർ മുതിർന്നു വന്നു കഴിയുമ്പോൾ എത്രയോ പ്രായമാകുമ്പോഴാണ് അത് എപ്പോഴാണോ അവർക്ക് പാപബോധം വരുന്നത് അപ്പോഴാണ് നിങ്ങൾ മാമുദീസായി ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്നാനത്തിലേക്ക് വിടുന്നത്. അപ്പോൾ അതുവരെ നിങ്ങളുടെ ചിന്ത എന്ന് വെച്ചാൽ അവർ പാപം ചെയ്തോട്ടെ, അവർ പാപത്തിൽ വളർന്നോട്ടെ. നിങ്ങളുടെ ഒരു ധാരണ അങ്ങനെയാണ്. നിങ്ങളങ്ങ് കയറൂരി വിട്ടിരിക്കുകയാണ് എന്നാണ് ആ സഹോദരങ്ങൾ പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. ആ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ വളരെ ഉറപ്പിച്ചു പറയുകയാണ്, കുഞ്ഞുങ്ങളുടെ പാപം കണക്കിടുന്നില്ല. അവരിൽ പാപമുണ്ട്, പക്ഷെ പാപം കണക്കിടുന്നില്ല. അവർക്ക് ഏതോ ഒരു സമയത്ത് പാപബോധം ഉളവാകും. ആ സമയം മുതലാണ് കൗണ്ട് ചെയ്യുന്നത്. ആ സമയം മുതൽ അതിന് മുമ്പേ തന്നെ നമ്മൾ വിശുദ്ധ വഴിയിലൂടെ നടക്കാൻ അവരെ അഭ്യസിപ്പിക്കണം. ബാലനെ നടക്കേണ്ടുന്ന വഴി പറഞ്ഞു കൊടുത്താൽ അവൻ അതിൽ നടക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ അത് അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കണം മാതാപിതാക്കളും ദൈവസഭയും. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതേസമയം അവർക്ക് ഏതോ ഒരു സമയത്ത് പാപബോധം ഉളവാകുന്നു, അവർ രക്ഷിതാവിനെ കണ്ടെത്തുന്നു, രക്ഷിതാവിനെ കൈക്കൊള്ളുന്നു. അങ്ങനെ അവരുടെ ജീവിതം ആ വഴിയിലൂടെ മുന്നോട്ട് പോകും. മറു സൈഡിൽ ഈ സഹോദരങ്ങൾ പറയുന്നത്, ചെറുപ്രായത്തിൽ ഞങ്ങൾ മാമുദീസായിൽ അവരെ ഇങ്ങനെ സഭയുടെ ഭാഗമാക്കി കഴിയുമ്പോൾ അവരുടെ ആ സംഘത്തിൻ്റെ തിരുസംഘം എന്നൊക്കെ അവർ പറയും. ആ സംഘത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഇവർ എല്ലാം ഓക്കെ ആയി എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. പിന്നീട് ഇവർ ജീവിക്കുന്നത് പാപലോകത്തല്ലേ. ഈ പറയപ്പെട്ട സമൂഹങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും വലിയ കുടിയന്മാരും മുക്കുടിയന്മാരും എന്ന് ഞാൻ ഇന്നലെ ഒന്ന് പറയാനിടയായി. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവർക്ക് വിഷമം വരും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള ബാറായ ബാറ് മുഴുവൻ നടത്തുന്ന ഈ കൂട്ടരാ. അത് വെഞ്ചരിച്ചു കൊടുക്കുന്നതും ഈ മാമോദീസ ഏൽപ്പിച്ച കത്തനാർ തന്നെയാണ് ഈ ബാറായ ബാറ് മുഴുവനും വെഞ്ചരിക്കുന്നത്. അവിടെയൊക്കെ ഈശോയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഈശോയുടെ ഫോട്ടോ ഇല്ലാത്ത ഏതെങ്കിലും ബാറുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ്റെ ബാറിൽ ഈശോയുടെ ഫോട്ടോ ഇല്ല കേട്ടോ. ആ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ കുഞ്ഞാടുകളുടെ ബാറുകളിൽ ഈശോയുടെ ഫോട്ടോ ഉണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ ഓഫീസിലും അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഈശോയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവിടെ ആനാമ്പെള്ളം തളിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ വെഞ്ചിരിപ്പും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട്. ഒന്നും നടത്താതെ ഏതെങ്കിലും കുഞ്ഞാടുകൾ അവരുടെ സ്ഥാപനം തുറക്കുമോ? ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിറപടിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ പാപത്തിൻ്റെ വഴികളിലേക്ക് പോകും. കാരണം വീണ്ടും ജനിച്ചിട്ടില്ലല്ലോ. അവർ 15 വയസ്സ് 20 വയസ്സ് 30 വയസ്സൊക്കെ ആയിട്ട് അങ്ങനെ വളർന്നു വരുമ്പോൾ വലിയ താരങ്ങളായിട്ട് മാറും. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ നടന്നിട്ടില്ല. ക്രിസ്തുവുമായ ഒരു ആളത്തെ ബന്ധത്തിലേക്ക് വന്നിട്ടില്ല. ഈ അവരുടെ മതം പറയുന്ന ആ നിലയിലുള്ള കർമാചാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു എണ്ണ പൂശിയിട്ടുണ്ട്. അത് പുതിയ നിയമത്തിൽ ആരെങ്കിലും എണ്ണ പൂശി പരിശുദ്ധാത്മാവിനെ കൊടുത്തായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വാക്യോ മുറിവാക്യോ ഒരു ബൈബിളിലുമില്ല. POC ബൈബിളിലുമില്ല. അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അറബിയിലോ തെലുങ്കിലോ ഏത് ഭാഷയാകട്ടെ ഒരു ഭാഷയിലും അങ്ങനെ എഴുതിയിട്ടില്ല. പുതിയ നിയമത്തിൽ ഒരു ഭാഗത്ത് പോലും നമ്മളങ്ങനെ കാണുന്നില്ല. അതേസമയം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എണ്ണ പൂശി പ്രാർത്ഥിച്ചെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ ആ ഭാഗം അങ്ങനെ വിടാം. അത് കഴിഞ്ഞിട്ട് ഈ ചോദ്യത്തിനകത്ത് ഒരു അപകടം കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം. അതായത് ഈ 60 ദിവസമാകട്ടെ 56 ദിവസമാകട്ടെ 90 ദിവസമാകട്ടെ ആ സമയത്ത് ഈ കുട്ടികളെ മാമോദീസായിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ തലേദിവസം ഉണ്ടല്ലോ. ഈ 60-ാം ദിവസത്തിൻ്റെ തലേദിവസം 59-ാം ദിവസം അന്ന് കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ 56-ാം ദിവസത്തിൻ്റെ തലേദിവസം ഉണ്ടല്ലോ, 55-ാം ദിവസം, അന്ന് രാത്രി അല്ലെ പിറ്റേ ദിവസം നേരം വെളുക്കട്ടെ ആ സമയത്ത് കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ആ സമൂഹം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ മരിക്കുന്ന കുഞ്ഞുങ്ങളെ തെമ്മാടിക്കുഴിയിലാണ് അടക്കിയിരുന്നത്. തെമ്മാടിക്കുഴി എന്ന് പറയുന്നൊരു കുഴിയുണ്ട്. അത്തരം കുഴികളിലാണ് കൊണ്ടുപോയി ഈ കുഞ്ഞുങ്ങളെ അടക്കുന്നത്. കാരണം തിരുസംഘവുമായിട്ട് ബന്ധമില്ലല്ലോ. മാമോദീസായാൽ ഈ സഭയുമായി ചേർന്നിട്ടില്ല. ആ കാരണത്താൽ ആ കുഞ്ഞുങ്ങളെ തള്ളിക്കളയാണ്. അങ്ങനെയായിരുന്നു ഒരു കാലത്ത്. ഇപ്പം പിന്നെ കുറച്ച് മാന്യമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ നാളുകളിൽ ഇരുളിലൂടെയായിരുന്നു ഈ വലിയ സമൂഹങ്ങളും പോയിക്കൊണ്ടിരുന്നത്. എന്താ ക്രൈസ്തവ ലോകത്തെ മെജോറിറ്റി എന്ന് അവകാശപ്പെടുന്ന പല കൂട്ടങ്ങളും കഴിഞ്ഞ നാളുകളിൽ
കനത്ത ഇരുട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്, കനത്ത ഇരുട്ടിലൂടെ. അതിനിടയിലാണ് ദൈവം തൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുകയും വേർപെട്ട ദൈവജനങ്ങൾ സുവിശേഷം ഘോഷിക്കുകയും ഉപദേശ വിഷയങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ പറയപ്പെട്ട ആളുകൾക്ക് പലർക്കും ഇരിക്കപ്പുറതി ഇല്ലാതെയായി, നിൽക്കക്കളി ഇല്ലാതെയായി എന്ന് പറയാം. നിൽക്കക്കളി ഇല്ലാതെയായി. അങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും മാറ്റിമറിച്ചത്. അല്ലെങ്കിൽ തെമ്മാടിക്കുഴി ഇന്നും ഉണ്ടായേനെ. പരിശുദ്ധാത്മാവിൻ്റെ പിന്മഴയും സുവിശേഷ മുന്നേറ്റങ്ങളും വേർപെട്ട ദൈവജനവും അവരുടെ ഉപദേശ സംഹിതകളും സുവിശേഷ ഘോഷണവും ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഇന്നും ഈ സമൂഹങ്ങളൊക്കെ ഇരുട്ടിൽ തപ്പിക്കൊണ്ട് ഇങ്ങനെ നടന്നേനെ, തെമ്മാടിക്കുഴിയൊക്കെ ആയിട്ട്. അപ്പം ഈ 60 ദിവസത്തിന് മുമ്പുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവർ ഇരുട്ടിൽ തപ്പും. ആ ചോദ്യത്തിന് അവരുടെ കയ്യിൽ ഉത്തരവില്ല. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, സ്പഷ്ടമായ ഉത്തരം ആരും തന്നിട്ടില്ല. അതിന് ഓരോ മുട്ടായിക്തികളൊക്കെ പറയും. അപ്പോൾ സഹോദരങ്ങളെ, അന്തരം ഉണ്ടെന്നാണ് ഞാൻ ഈ പറയുന്നത്. ആശയപരമായ അന്തരമാണ് ഇവിടെയെല്ലാം. നമുക്ക് ബോധ്യങ്ങളില്ലേ? ആ ജനനാവസ്ഥ മുതൽ പ്രായമായി വരുന്ന സമയം വരെ ആ കുഞ്ഞുങ്ങളെ ദൈവവചനത്തിൽ വളർത്തുക, ദൈവസഭ ആ കുഞ്ഞുങ്ങളെ വളർത്തുക. ഇവിടെ 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ വളരെ സന്ദേഹത്തിന് സാധ്യതയുള്ളൊരു വേദഭാഗമുണ്ട്. അതായത് മാതാപിതാക്കൾ വിശുദ്ധന്മാരാണല്ലോ. അതായത് ഈ രക്ഷാനിർണയം പ്രാപിച്ച് വിശ്വാസ സ്നാനത്താൽ ദൈവസഭയുടെ ഭാഗമായി വിശുദ്ധ ജീവിതം നയിക്കുന്ന മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ആ കുഞ്ഞുങ്ങൾ അശുദ്ധരെല്ലാവരും വിശുദ്ധരെന്നുള്ള നിലയിൽ എഴുതിയിട്ടുണ്ട്. അതായത് വിശുദ്ധന്മാരോടുള്ള സഹവാസത്തിൽ ആ മാതാപിതാക്കളോട് കൂടെ വളർന്നു വരുന്ന ആ കുഞ്ഞ് അവനെ ഒരു അശുദ്ധൻ എന്നുള്ള നിലയിലല്ല, അവനൊരു വിഗ്രഹാരാധിയല്ല, അവൻ മറ്റ് തലങ്ങളിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതേസമയം അവൻ ആദാമ്യ പ്രകൃതിയിലാണ് ജനിച്ചിരിക്കുന്നത്. അവനിൽ ആദാമ്യ സ്വഭാവം എല്ലാം ഉണ്ട്, ആ കാർണൽ നേച്ചറൊക്കെ ഉണ്ട്, എല്ലാ ഇടപാടും ഉണ്ട്. അത് വളർന്നു വരുമ്പോഴാണ് വെളിപ്പെട്ട് വരുന്നത്. ഈ എത്ര വലിയ വിശുദ്ധനാണേലും പത്രോസിനോ പൗലോസിനോ കുട്ടികളുണ്ടായാൽ പോലും അവർക്കൊക്കെ നേരത്തെ കുട്ടികളുണ്ടായിപ്പോയതാ. പക്ഷെ ഞാനങ്ങ് പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ് അവർക്ക് കുട്ടികളുണ്ടാകുകയാണെങ്കിലും ആ കുട്ടികളും ഈ പറയുന്ന പോലെ ആദാമ്യ പ്രകൃതിയിലാണ് വളർന്നു വരുന്നത്, അല്ലാതെ വേറെ പ്രകൃതിയിലൊന്നും അല്ല വളർന്നു വരുന്നത്. അപ്പോൾ അവിടെ മറ്റ് ഇതര സമൂഹങ്ങളിൽ നിന്ന് ഒരു പ്രിവിലേജ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. രക്ഷയിലേക്ക് വേഗം അടുത്തു വരാം. അവർ ദൂരസ്ഥരല്ല, അവർ കുറച്ചുകൂടെ സമീപസ്ഥരാണ്. കാരണം അവർ വളരും തോറും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. അങ്ങനെ നിരന്തരമായി സുവിശേഷം കേട്ട് ആ വചനത്താൽ തന്നെ അവർക്കൊരു ശുദ്ധി ലഭിക്കുകയാണല്ലോ. വചനത്താൽ ഒരു ശുദ്ധി ലഭിക്കുന്നുണ്ട്. അതേസമയം അവർ വീണ്ടും ജനിക്കണം, അത് നിർബന്ധമാണ്. അവർ വിശുദ്ധന്മാരാണല്ലോ എന്നൊരു വാക്യമില്ലേ? 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലെ വാക്യം നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. മാതാപിതാക്കൾ ഇങ്ങനെ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലായതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ അശുദ്ധരെന്ന് പരിഗണിക്കേണ്ട, അവർ വിശുദ്ധരെന്ന്. അങ്ങനെയൊക്കെ പറയുന്ന കാത്തലിക് ഓർത്തഡോക്സ് സമൂഹം എല്ലാം അവരെല്ലാം ആ സമൂഹത്തിൽ ജനിച്ചു വളർന്നവരാണല്ലോ മാതാപിതാക്കൾ. അവർക്ക് കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ മാമോദീസയ്ക്ക് കൊണ്ടുപോകുന്നത്? സാത്താനെ ഉപേക്ഷിച്ച് ഈശോയെ സ്വീകരിക്കേണ്ട കാര്യമൊക്കെ എന്താ? പിന്നെ ഈ കുർബാനയിലൊക്കെ പറയുന്ന കാര്യം എന്താ? കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനെന്നൊക്കെ. അത് പൊതുവിൽ പുറമേയുള്ള ആൾക്കാർക്ക് അല്ലേ അത് ബാധകമുള്ളൂ, ഇതിനകത്തുള്ളവർക്ക് അത് ബാധകമാകുമോ? ഞാൻ കുറിക്കുകൊള്ളുന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അതായത് ഈ കുഞ്ഞുങ്ങളെല്ലാം വിശുദ്ധരാണെങ്കിൽ പിന്നെ ഇവരെന്തിന് മാമോദീസ ഏൽപ്പിക്കുന്നു? അപ്പോൾ വേണേൽ പറയാം സഭയുടെ ഭാഗമാക്കാനാണെന്ന്. ഓക്കെ, സഭയുടെ ഭാഗമാക്കാനാണെന്ന്. എന്നാൽ അതിൻ്റെ ചൊല്ലുത്തിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ എന്താ പറയുന്നത്? പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു എന്നാണ്. അവിടെ പോയില്ലേ? അപ്പോൾ ആദ്യം പറഞ്ഞ ആർഗ്യുമെൻ്റ് പൊളിയും. അത് സഭയുടെ ഭാഗമാക്കാൻ വേണ്ടി ഒരു ചടങ്ങെന്നുള്ള നിലയിൽ മാമോദീസ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ബദല ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നത് ഇങ്ങനെയല്ലേ? പാപപരിഹാരത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അപ്പോൾ മാമോദീസ ഒന്നുള്ളൂ എന്നൊരർത്ഥം അതിനുണ്ട്. പാപങ്ങളുടെ മോചനത്തിന് മാമോദീസ ഉണ്ടെന്ന് അടുത്തൊരർത്ഥമുണ്ട്. രണ്ടർത്ഥം പറയാം. മാമോദീസ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അടുത്ത എന്താ? പാപത്തിന് മോചനത്തിന് മാമോദീസ ഉണ്ടെന്ന്. അപ്പോൾ ഈ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്യപ്രകാരം കുഞ്ഞുങ്ങൾ വിശുദ്ധരല്ലേ? പിന്നെ എന്തിനാണ് അവരെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നയിക്കുന്നത്? അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി അവ്യക്തതകൾ കിടക്കുകയാണ്. ഇങ്ങനെ ഇതിൻ്റെ തലമുടിനാരി കീറുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല. ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. സഹോദരങ്ങളെ, അന്തരമുണ്ട്,
വലിയ അന്തരമാണ്. ആ സമൂഹം ആൾബലത്തിൽ കൂടുതലായതുകൊണ്ട് അവർ പല കാര്യത്തിലും അങ്ങനെ മസിലൊക്കെ പിടിച്ച് പറയും. നമ്മൾ ആൾബലം കുറവായതുകൊണ്ട് അധികം മസിലൊന്നും പിടിക്കാനില്ല. പക്ഷെ തെളിഞ്ഞ ഉപദേശം നമ്മുടെ കയ്യിലുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഡോക്ട്രിൻ നമ്മുടെ കയ്യിലുണ്ട്. അത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് തുറന്നു കിട്ടിയ കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാകട്ടെ, മറ്റുള്ളവരുടെ ബന്ധത്തിലാകട്ടെ, ആരുമാകട്ടെ, എന്തുവാകട്ടെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണം, അവൻ യേശുക്രിസ്തുവിനെ ധരിക്കണം. ഇതൊക്കെ നമ്മുടെ ബോധ്യങ്ങളാണ്. അപ്പോൾ അതിന് വിരുദ്ധമായ നിലയിൽ ആ ബിഷപ്പ് അവിടെ തന്നെ സംസാരിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അന്ന് പറഞ്ഞു പോയത്. അപ്പം ഞാൻ യോഹന്നാൻ 3 എന്ന് പറഞ്ഞിട്ടങ്ങ് പെട്ടെന്ന് വിട്ടുകളയാൻ തുടങ്ങിയതാണ്. പക്ഷെ പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയതാണ്. നമ്മൾ അന്ന് യോഹന്നാൻ 3 നിന്ന് വ്യക്തമായി പറഞ്ഞു, വീണ്ടും ജനനത്തിൻ്റെ വസ്തുതകൾ ഇങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നു. അതേസമയം യോഹന്നാൻ 6 കാര്യം നമ്മൾ പറഞ്ഞു. ഈ കുർബാന എന്ന് പറയുന്ന കാര്യവുമായി അത് ലിങ്ക് ചെയ്യാൻ അസാധ്യമാണ്. കുർബാന തന്നെ സാധൂകരിക്കപ്പെടുന്ന കാര്യമല്ല. വീണ്ടും ഒരു ബലി അർപ്പിക്കാനായിട്ട് ഒരു വചനം പോലും നമ്മുടെ മുമ്പിലില്ല, യാതൊരു വാക്യങ്ങളുമില്ല. ഒരു ശതമാനം നമുക്കത് അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളില്ല. യോഹന്നാൻ 6 നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളതിൻ്റെ വിശദീകരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൈ ചൂണ്ടുന്നത് ക്രൂശിങ്കിലേക്കാണ്. കർത്താവിൻ്റെ ബലിമരണം നിമിത്തം നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന ആ രക്ഷയാണ് അത് പറയുന്നത്. അത് മെറ്റഫോറിക്കലായിട്ടാണ് പറയുന്നത്, അലങ്കാര ഭാഷയിലാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. യോഹന്നാൻ 1 അധ്യായത്തിൽ പറയുന്ന പോലെ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തെന്ന് POC ബൈബിൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുമ്പോൾ വചനം ജഡം ധരിച്ചു എന്നുള്ള അർത്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം മാംസം ധരിച്ചു. അങ്ങനെ മാംസം ധരിച്ച് ഈ ഭൂമിയിൽ വന്ന് ആ രക്ഷേണ്യ പ്രവൃത്തി പൂർത്തീകരിച്ചു. അതിനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. അത് ലിറ്ററലി അല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ വലിയ അന്തരങ്ങളാണ് കിടക്കുന്നത്, വലിയ അന്തരങ്ങൾ, രാത്രിയും പകലും തമ്മിലുള്ള അന്തരങ്ങൾ. അപ്പോൾ ഒരേ സമയം പരിശുദ്ധാത്മാവ് 2 രീതിയിൽ 2 കൂട്ടരെയും പഠിപ്പിക്കുമോ? രണ്ടിലോ ഏതെങ്കിലും ഒന്നേ ശരിയാവുള്ളൂ. ഒന്നും അല്ലെങ്കിൽ ആ സമൂഹം പഠിപ്പിക്കുന്ന ശരി, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ശരി. അപ്പം നമ്മൾ പഠിപ്പിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ തന്നെ ഉറപ്പിക്കണം. അത് വചനത്തിലൂടെ നമ്മൾ ഉറപ്പിക്കണം. നമുക്ക് യോഹന്നാൻ 6 അധ്യായവും പിന്നീട് അതിനകത്ത് ഈ തിരുമേശയുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ് 13 അധ്യായം. അതൊക്കെ വെച്ചിട്ട് നമുക്ക് സമഗ്രമായിട്ട് സുവിശേഷങ്ങളുമായി ചേർത്ത് വെച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ, ആ രാത്രിയിൽ തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് ആ തിരുമേശ സ്ഥാപിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ താൻ പറഞ്ഞ വാക്കുകളുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്നാണ് പറഞ്ഞത്. മാംസം എന്നല്ല പറഞ്ഞത്, എൻ്റെ ശരീരം എന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആ കാര്യങ്ങളെ വളരെ വ്യക്തതയോടുകൂടി പറയുന്ന മനുഷ്യരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മുടെ നടുവിലേക്ക് ഈ പറയപ്പെട്ട കൂട്ടങ്ങളിൽ നിന്ന് എത്ര ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അവർ നമ്മളെ ടീച്ച് ചെയ്യുവാൻ പ്രാപ്തരല്ല. ആത്മീയ വിഷയങ്ങളിൽ നമ്മെ ടീച്ച് ചെയ്യുവാൻ പ്രാപ്തരല്ല. നമ്മളതിന് കണ്ടെത്തിയ കാര്യങ്ങൾ മുന്നമേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ നിന്നൊരാളാകട്ടെ, ആരുമാകട്ടെ, ദൈവസന്നിധിയിൽ വിശുദ്ധ തിരുവെഴുത്തുമായി നിൽക്കണമെങ്കിൽ ഒന്നാമത്തെ പടി അവൻ വീണ്ടും ജനിക്കണം. രണ്ടാമത് അവൻ്റെ വീണ്ടും ജനനാനുഭവത്തിൽ അവൻ ക്രിസ്തുവിനോട് ചേരണം. വിശ്വാസ സ്നാനത്തിൽ അവൻ സമ്പൂർണ്ണമായി സറണ്ടർ ചെയ്യണം. അവൻ ആത്മസ്നാനം പ്രാപിക്കണം. എങ്കിൽ മാത്രമേ പുതിയ നിയമസഭയിൽ ശുശ്രൂഷിക്കുവാൻ സാധ്യമാകൂ. പുതിയ നിയമസഭയിൽ ഒരുവനെ ശുശ്രൂഷകനായി തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അവൻ രക്ഷാനിർണയം പ്രാപിച്ചവനായിരിക്കണം, അവൻ വിശ്വാസ സ്നാനത്തിന് ഏൽപ്പിക്കപ്പെട്ടവനായിരിക്കണം, അവൻ ആത്മസ്നാനം പ്രാപിച്ചവനായിരിക്കണം. വളരെ സ്പഷ്ടമായിട്ടാണ് പറയുന്നത്. ഈ കാര്യങ്ങളില്ലാതെ ഒരുവനെ പുതിയ നിയമസഭയുടെ ശുശ്രൂഷകനായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. പഴയ നിയമത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുന്ന ഒരുവനെ ഒന്നാമത് അവനെ സെപ്പറേറ്റ് ചെയ്യണം, വേർതിരിക്കണം. അത് ലേവ്യ പുസ്തകം 8 അധ്യായം 14 അധ്യായം ഇങ്ങനെയൊക്കെയുള്ള പല അധ്യായങ്ങളുണ്ട്. അവിടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന കാര്യമുണ്ട്. ലേവ്യരെ ഈ അഹ്റോനെയും പുത്രന്മാരെ സഹായിക്കാൻ വേണ്ടി വേർതിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവരൊക്കെ എങ്ങനെയാണ് ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നതെന്നുള്ളത് വ്യക്തതയുണ്ട് അവിടെ. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യക്തതയില്ലാതെ അവ്യക്തതയിൽ തപ്പിത്തടയുകയാണെന്ന് ആരും ധരിക്കരുത്. പുതിയ നിയമം നല്ല വ്യക്തതയിലാണ് പോകുന്നത്, വളരെ കൃത്യതയിലാണ് പോകുന്നത്. അവൻ ചിലരെ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ചിലരെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ അവന് ബോധിച്ച ചിലരെ തിരഞ്ഞെടുത്തു എന്നാണ് അർത്ഥം. തിരഞ്ഞെടുക്കുന്നത് അവിടെ നിന്നാണ്,
അല്ലാതെ ഏതെങ്കിലും ഒരു സഭക്കാർ തിരഞ്ഞെടുക്കുന്നതല്ല, ഒരു സംഘക്കാർ തിരഞ്ഞെടുക്കുന്നതല്ല. കർത്താവിന് ബോധിച്ചവനെ അവൻ തിരഞ്ഞെടുക്കുന്നു. അത് എവിടെ വെച്ച് തിരഞ്ഞെടുക്കണമെന്നൊക്കെ ഉള്ളത് കർത്താവിൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. അത് എവിടെ വെച്ച് വേണേലും തിരഞ്ഞെടുക്കും, എവിടെ വെച്ച് വേണേലും അവനെ ആ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരും. അവനെ ദൈവസഭയുടെ ഭാഗമാക്കി നിർത്തിക്കൊണ്ട് അവനെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് അതിൻ്റെ ഒരു തത്വം. അപ്പോൾ അതിന് വെളിയിൽ നമ്മളീ പറയുന്ന ആ കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കാത്ത ഒരാൾ ഇതിനകത്ത് വന്ന് നിന്ന് പ്രസംഗിച്ചപ്പോഴാണ് നമ്മൾ അതിനൊരു ഒബ്ജക്ഷൻ പറഞ്ഞത്. ആ മനുഷ്യനോട് എന്തെങ്കിലും വിരോധം ഉള്ളതുകൊണ്ട് അല്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ ആരും ചിന്തിക്കരുത്. വ്യക്തിപരമായിട്ട് ആരോട് നമുക്ക് അതൃപ്തികളൊന്നുമില്ല. പക്ഷേ ആത്മീയ വിഷയത്തിൽ അതൃപ്തിയുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനും കൂടെ ബാധകമാണ്. ആ ബിഷപ്പിൻ്റെ തലയിൽ, അദ്ദേഹത്തിൻ്റെ തലയിൽ ഇരിക്കുന്ന ഒരു പച്ച നിറത്തിലുള്ള തൊപ്പിയാണ്. അതിൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു. അതേസമയം നമ്മൾ ഈ സമൂഹങ്ങളിലെല്ലാം നോക്കിയാൽ ഇവിടെയൊക്കെ തലയിൽ പലതരം തൊപ്പികൾ ഇരിപ്പുണ്ട്, പലതരം തൊപ്പികൾ. ഞങ്ങൾ ചില തൊപ്പികളൊക്കെ നിങ്ങളെ കാണിക്കാം പിന്നാലെ. അപ്പോൾ ചുവന്ന നിറത്തിലുള്ള തൊപ്പികൾ വെച്ചവരുണ്ട്, വെള്ള നിറത്തിലുള്ളവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള തൊപ്പികളുണ്ട്. പിന്നെ ഈ ലോക്കൽ കത്തനാന്മാരെന്ന് പറയുന്നവരുടെ തലയിൽ കറുത്ത തൊപ്പിയിരിക്കുന്ന കൂട്ടമുണ്ടല്ലോ, അത് സിറിയൻ സമൂഹത്തിൻ്റെ തലയിൽ കറുത്ത തൊപ്പി ഇരിപ്പുണ്ട്. അതിൽ തന്നെ ചിലർ തൊപ്പി വയ്ക്കുന്നില്ല. ഈ പറയപ്പെട്ട കൂട്ടത്തിൽ വിദേശത്ത്, അതായത് ഈ കിഴക്കൻ യൂറോപ്പിലുള്ള ഒത്തിരി രാജ്യങ്ങളുണ്ട്. അവിടെ ഈ സമൂഹത്തിൽപ്പെട്ട അവരുടെ മേൽപ്പട്ടക്കാരൻ പോലും ഈ തൊപ്പി അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രമേ വെക്കാറുള്ളൂ. റെഗുലറായിട്ട് അവരത് വെക്കാറില്ല. അതേസമയം നമ്മുടെ നാട്ടിൽ ഇവർ റെഗുലറായിട്ട് അത് വെക്കുന്നുണ്ട്. റെഗുലറായിട്ട് വെക്കുന്ന രാജ്യങ്ങളുണ്ട്, വെക്കാത്ത രാജ്യങ്ങളുണ്ട്. പല രീതിയിലാണ്. പക്ഷേ ചില സമയത്ത് അമ്പുകൾ ചെയ്യുമ്പോൾ അവർ പറയും, നിങ്ങൾ എന്തോരം പെന്തിക്കോസാ, 900 പെന്തിക്കോസാ, ഞങ്ങളുടേത് അപ്പോസ്തോലികമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. എന്നാൽ പിന്നെ ഈ അപ്പോസ്തോലികം ഇവിടെ വെള്ളം തളിച്ചാ കുഞ്ഞിനെ മാമോദീസ മുക്കുന്നത്. ജോർജിയയിൽ, റുമേനിയയിൽ, ബൾഗേറിയയിൽ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ പോളണ്ട്, ഹംഗറി എന്ന് പറയുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഈ കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ തലകീഴായി പൊക്കി, കാലെ പിടിച്ച് കുത്തിയോ എങ്ങനെയൊക്കെയോ വെള്ളത്തിലിട്ട് മുക്കി പൊക്കിയെടുക്കുക, കോഴീനെ വെള്ളത്തിലിട്ട് പൊക്കിയെടുക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെയൊരു ഏകീകൃത സ്വഭാവം വേണ്ടേ അതിന്? പരിശുദ്ധ റൂഹ അവിടെ ഇവിടെയും വ്യത്യസ്ത രീതിയിലാണോ ഇത് പഠിപ്പിക്കുന്നത്? പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ നടുവിൽ, വേർപെട്ടവരുടെ നടുവിൽ എല്ലാ സ്ഥലത്തും വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞാൽ ഒരുപോലെയാണ്. പല കൂട്ടങ്ങളുണ്ട്, അതായത് പല ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് പല പേരുകളിൽ പല രീതിയിൽ അറിയപ്പെടുന്നു. ഓക്കെ, പക്ഷേ ഈ രക്ഷയോടുള്ള ബന്ധത്തിലെ ഉപദേശമാകട്ടെ, വിശ്വാസ സ്നാനത്തിൻ്റെ ഉപദേശമാകട്ടെ, ഇതിലൊന്നും ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെയാണ് സ്നാനപ്പെടുത്തുന്നത്. ഇപ്പം അവർ സ്നാനപ്പെടുത്തുമ്പോൾ അഥവാ മാമോദീസ കൊടുക്കുമ്പോൾ കുഞ്ഞിനെ 3 പ്രാവശ്യം തളിക്കും. പിതാവിൻ്റെ, പിന്നെ അടുത്ത് പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ എന്നൊക്കെ പറഞ്ഞ്. അതേസമയം നമ്മളെ സംബന്ധിച്ച് ആ കാര്യത്തിൽ നല്ല ബോധ്യമുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സമ്പൂർണ്ണമായും ആ വ്യക്തിയെ, ആദാമിലുള്ള ആ വ്യക്തിയെ ആ ജലക്കല്ലറയിൽ അടക്കുകയാണ്. അല്ലാതെ ഒന്ന് മുക്കി പിന്നെ പൊക്കിയെടുത്തു, പിന്നെ ഒന്നോടെ മുക്കി പിന്നെ പൊക്കിയെടുത്തു, പിന്നെ ഒന്നോടെ മുക്കുന്നു, അങ്ങനത്തെ ഇടപാടൊന്നുമില്ല. ഒരിക്കലായിട്ട് അവരെ ആ കല്ലറയിൽ അടക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് പൊങ്ങി വരിക എന്ന് പറയുന്നത് നമ്മളുടെ വീക്ഷണത്തിൽ അവിടെ ഒരു ആത്മീയമായ പ്രക്രിയയാണ് നടക്കുന്നത്. പരിശുദ്ധാത്മ ശക്തിയാൽ, അല്ലെങ്കിൽ പുനരുദ്ധാന ശക്തിയാൽ, ഉയർപ്പിൻ ശക്തിയാൽ ആ വ്യക്തി ഉയർത്തെഴുന്നേറ്റ് വരികയാണ്, ഒരു പുതിയ സൃഷ്ടി എന്ന നിലയിൽ. അത് ഒരു സാമ്പിളാണ്, വരാൻ പോകുന്ന ഉയർപ്പിൻ്റെ ഒരു സാമ്പിളാണ്. മേലാൽ കാഹളം ധ്വനിച്ച് സംഭവിക്കാൻ പോകുന്നത് എന്താ? അന്ന് ഉയർപ്പ് സംഭവിക്കും. ആ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് വിശുദ്ധന്മാർ തങ്ങളുടെ മന്മയ കൂടാരം വിട്ട് വിണ്മയ കൂടാരത്തിലേക്ക് മാറ്റപ്പെടുന്ന ആ സമയത്തിൻ്റെ മുന്നോടി എന്ന നിലയിൽ നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ്. ഇങ്ങനെ തന്നെ പാപത്തിൽ ജീവിച്ച മനുഷ്യൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ച് ആ കരയിലേക്ക് കയറി വരുമ്പോൾ തികച്ചും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ, ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്ക് നടന്നു പോവുകയാണ് ആ വ്യക്തി. പുതിയ ജീവിതാനുഭവങ്ങളാണ്, പുതുക്കം പ്രാപിച്ച അനുഭവങ്ങളാണ്. അത് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ, ശരീരത്തിൽ, അതുപോലെ എല്ലാ മേഖലകളിൽ നമുക്കത് തിരിച്ചറിയാൻ കഴിയും. ആത്മാവിലുള്ള ആ ഉന്മേഷം, ആ ഉത്സാഹം, ആ പ്രസരിപ്പ്, ആ താല്പര്യങ്ങൾ, ആ വ്യത്യസ്തതകളൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. കഴിഞ്ഞ മാസത്തെ ജീവിതം, കഴിഞ്ഞ ദിവസങ്ങളിലെ ജീവിതം, രക്ഷാനിർണയം പ്രാപിക്കുന്നതിന് മുൻപുള്ള ജീവിതം, അതിനുശേഷം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് പ്രകടമായി മനസ്സിലാകും. അതുപോലെ തന്നെയാണ് കാഹളം ധ്വനിക്കുമ്പോൾ മൺമയ കൂടാരത്തിൽ നിന്ന് വിൺമയ കൂടാരത്തിലേക്ക് ഒരു മാറ്റം സംഭവിക്കുകയാണ്.
ഒരു ഉറപ്പ് ഇന്ന് തരികയാണ്, നമുക്ക് അഡ്വാൻസ് ചെയ്തൊരു ഉറപ്പ് നൽകുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കും മേലാൽ എന്നുള്ളതാണ് നമുക്ക് തരുന്ന ബോധ്യം. ഇങ്ങനെ ബോധ്യങ്ങളുള്ള മനുഷ്യർ അതിൻ്റെ LKG പോലും പിടികിട്ടാത്ത ആൾക്കാരെ നമ്മുടെ നടുവിൽ വിളിച്ചു നിർത്തി പ്രസംഗിക്കുകയും പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ശുശ്രൂഷ മേഖലകളിൽ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ എന്തോ സംഭവിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് അവസാന സമയത്തേക്ക് ഏതാണ്ട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് പ്രവചനങ്ങളുടെ നിവൃത്തിയിലേക്ക് വന്നിരിക്കുന്നു. പല കാര്യങ്ങളും അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുന്നു. വചനം പറയുന്ന പോലെ കാലം ചുരുങ്ങിയിരിക്കുന്നു എന്ന് 1-ാം നൂറ്റാണ്ടിലാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ എങ്ങനെ പറയണം? കാലം ഇനി ചുരുങ്ങാനല്ലോ ഉണ്ടോ? ചുരുങ്ങി ഏതാണ്ട് തീർന്നു, ആ പരുവത്തിലെത്തി നിൽക്കുകയാണ്. അതായത് അന്തിമ യുദ്ധത്തിനുള്ള കാര്യങ്ങളെല്ലാം സജ്ജമായി. 1948 എന്ന് പറയുന്നത് ഒരു വളരെ വിശേഷപ്പെട്ട ഒരു വർഷമാണ്. ക്രിസ്തീയ ലോകത്തിന് ഏറ്റവും വളരെ പ്രാധാന്യമുള്ളൊരു വർഷമാണ് 1948. എന്താ 1948? അന്നാണ് അത്തി തളിർത്ത ലക്ഷണം നമ്മുടെ മുമ്പിൽ തുറന്നു വന്നത്. അത്തി തളിർത്തെന്നുള്ളത് മാലോകർ അറിഞ്ഞു. ഒരു രാഷ്ട്രം, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകൃതമായി. UN-ന്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രം അങ്ങനെ രൂപീകരിച്ചു. അങ്ങനെ രൂപീകരിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്ത് കിടന്ന യഹൂദന്മാർ, ഇസ്രായേലി വംശത്തിൽപ്പെട്ടവരെല്ലാമല്ല ഏറെക്കുറെയൊക്കെ അവിടെ വന്ന് തമ്പടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒത്തിരി പേര് വരാനുണ്ട്. പല സ്ഥലങ്ങളിലും അവർ കിടക്കുന്നുണ്ട്. അവരെല്ലാം കാറ്റടിപ്പിച്ച് അവിടെ കൊണ്ടുവരും. എല്ലാത്തിനെയും കൊണ്ടുവന്ന് യെരുശലേം എന്ന് പറയുന്ന ഉല റെഡിയാക്കി വെച്ചിരിക്കുക. തീ അങ്ങ് പിടിപ്പിച്ചാൽ മതി. ഇനി അങ്ങനെ തീ പിടിപ്പിച്ച് ആ ഉല കത്തിച്ച് യഹൂദന്മാരുടെ ശുദ്ധീകരണവും അവരുടെ രാഷ്ട്രത്തെ റീസ്റ്റോർ ചെയ്യുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന ആ സമയം വാതിൽക്കലാണ്. അതല്ലേ മത്തായി 24 പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വേനൽ അടുത്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ മനുഷ്യപുത്രൻ വാതിൽക്കലാണ്. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ സീനിയർ ശുശ്രൂഷകന്മാരും, സീനിയറോ ജൂനിയറോ ആരും ആകട്ടെ, അത്തരക്കാർ കൂടുതൽ സ്ഥിരതയോടും ബോധ്യത്തോടും വേണം ഓരോരോ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇടയിൽ ഈ ശുശ്രൂഷ കാര്യങ്ങളിലൊക്കെ ഉത്സുകരായി മുന്നോട്ട് വരുന്ന യൗവനക്കാരൊക്കെയുണ്ട്. ശുശ്രൂഷ കാര്യങ്ങളിലൊക്കെ പതിയെ രംഗത്തേക്ക് വരുന്നവരുണ്ട്. അങ്ങനെ വരുന്നവരെ നമ്മൾ അവസരങ്ങളെ കൊടുക്കും. ഇപ്പോൾ ലോക്കൽ ചർച്ചിൻ്റെ പ്രധാന പുൾപിറ്റിൽ അവരെ വിളിച്ചു നിർത്തി പ്രസംഗിപ്പിക്കാറോ പ്രബോധിപ്പിക്കാറോ ഒന്നും ചെയ്യാറില്ല. ഇപ്പം നമ്മുടെ ഇടയിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാം ഏതാണ്ടൊക്കെ പോലെയാണ്. അങ്ങനെ ചെയ്യാറില്ല. അതേസമയം അവർ അവിടെ മുൻപിൽ വന്ന് നിന്ന് വിശുദ്ധന്മാരോട് ദൈവവചനത്തിൽ നിന്നൊക്കെ പറയും. അപ്പോൾ അതിലൂടെ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, ഒരു സൈലൻറ്റ് മെസ്സേജ് ഉണ്ട്. എന്താ? നീ വചനത്തിൽ ഒരുങ്ങി ആത്മാവിൽ സജ്ജമായി മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ദിവസം ഈ പുൾപിറ്റ് നിനക്കുള്ളതാണ്. അല്ലാതെ ഈ പായെന്ന് ചാടി എഴുന്നേൽപ്പിച്ച് ആ പുൾപിറ്റിൻ്റെ മുകളിൽ കയറ്റി നിർത്തുകയല്ല വേണ്ടത്. അവന് ടൈം കൊടുക്കണം. അവൻ്റെ ഉള്ളിലൊരു വാഞ്ച വരണം, ഒരു ഉത്സാഹം വരണം. യെസ് ഞാൻ ഇവിടേക്ക് നടന്ന് കയറേണ്ടതുണ്ട്, വളരെ ദൂരമുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ ഇടത്തിൽ നിന്ന് ഈ പുൾപിറ്റ് വരെ വളരെ ദൂരമുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഉത്സാഹിക്കണം. എൻ്റെ ചിന്ത മുഴുവനും ഉയരത്തിലായിരിക്കണം, ഭൂമിയിലുള്ളതല്ല ഞാൻ ചിന്തിക്കേണ്ടത്. അങ്ങനെ അനവധി കാര്യങ്ങൾ ആത്മീയ വിഷയത്തിന് ഗൗരവം കൊടുത്തുകൊണ്ട് അവൻ ആ ഒരു താല്പര്യത്തിലേക്ക് വരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ദൈവസഭയ്ക്ക് ബോധ്യം വരുന്ന സമയത്ത് അവനെ കൈപിടിച്ച് മുൻപോട്ട് കയറ്റി നിർത്തി അവൻ ആ കാര്യങ്ങൾ ചെയ്യിക്കണം. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ 5 വയസ്സ് 8 വയസ്സ് 10 വയസ്സ് അങ്ങനെ പല വയസ്സിലുള്ള കുട്ടികളുണ്ട് നമുക്ക്. ഈ കുട്ടികളെല്ലാം ഒരുമിച്ചിരിക്കുമ്പോഴാണ് അപ്പനും അമ്മയും എല്ലാം ഇങ്ങനെ നിരനിരയായിട്ട് മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് തിരുമേശയുടെ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് പാട്ടുകളെ പാടി ആ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തെ സ്മരിച്ചുകൊണ്ട് അവരങ്ങനെ ഇരിക്കുമ്പോൾ ശുശ്രൂഷകൻ ആ അപ്പം കരത്തിലെടുത്ത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അന്ന്
ആ രാത്രിയിൽ അപ്പം തൃക്കരത്തിലെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കിയതുപോലെ അതിൻ്റെ സ്മരണയ്ക്കായിട്ട് അത് നുറുക്കി പരസ്പരം പങ്കിടുകയാണ്. ഈ അപ്പത്തിൻ്റെ അംശികൾ എന്ന നിലയിൽ അവർ ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കുകയാണ്. പിന്നീട് ആ പാനപാത്രത്തിൻ്റെ അംശികൾ എന്ന നിലയിൽ, ഓഹരിക്കാരെന്ന നിലയിലേക്ക് അവർ ഒരുമിച്ച് അതിൽ നിന്നിങ്ങനെ കുടിച്ചു പോവുകയാണ്. ഈ കുഞ്ഞുങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. പല കാര്യത്തിലും ശാഠ്യമുള്ളവരാ കുഞ്ഞുങ്ങൾ. ഒരു കഷ്ണം അതിൽ നിന്ന് എനിക്കും വേണമെന്ന് പറയുന്ന കുഞ്ഞുങ്ങളാണ് പലയിടങ്ങളിലും ഉള്ളത്. ചില കുട്ടികളത് അങ്ങനെയൊന്നും പറയില്ല, എന്നാൽ പല സ്ഥലങ്ങളിലും അങ്ങനെ കുട്ടികൾ പറയും. വലിയ ശാഠ്യം കാണിക്കും. എത്ര ശാഠ്യം കാണിച്ചാലും തല കുത്തി നിന്നാൽ പോലും നമ്മളതിൽ തൊടാൻ അനുവദിക്കില്ല ആ കുഞ്ഞുങ്ങളെ. അതെന്താ അതിൻ്റെ കാരണം? ഇത് വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക്. കുഞ്ഞുങ്ങൾക്ക് വേറെ വല്ല കുഴപ്പമുണ്ടായിട്ടാണോ? പക്ഷേ അവർ രക്ഷ ആസ്വദിച്ചിട്ടില്ല. അവർ രക്ഷകനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ അവരെ ഇങ്ങനെ പെൻഡിങ് നിർത്തിയിരിക്കുക. ഈ ഉദാഹരണം മറ്റൊരു കാര്യത്തിലേക്കാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകുന്നത്, ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ തൽക്കാലം പെൻഡിങ് നിർത്തിയിരിക്കുക. മാതാപിതാക്കളും മറ്റു പ്രിയപ്പെട്ടവരും ഒരുമിച്ച് ഈ തിരുമേശയുടെ ഭാഗമായിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചേർക്കാറില്ല. അവർ എന്ന് രക്ഷാനിർണയം പ്രാപിക്കുന്നു, അവരെന്ന് തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നു, അന്ന് മുതൽ അവരിതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിങ്ങനെ വളർന്ന് വരുമ്പോൾ അവരുടെ ഉള്ളിലൊരു വാഞ്ച വരികയാണ്. എൻ്റെ അമ്മയപ്പന്മാർ ഈ തിരുമേശയിലേക്ക് കൈനീട്ടുമ്പോൾ ഇതിന് മഹാത്മ്യം അനവധി ഉണ്ടെന്നാണ് അവർ പാടുന്നത്. ആ സമയത്തെല്ലാം അവരിൽ പലരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്. സന്തോഷത്തിൻ്റെ അശ്രുക്കൾ. നന്ദി സൂചകമായിട്ട് ഹൃദയം പിടയ്ക്കുമാറ് അവർ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി സമർപ്പണ ഭാവത്തോടുകൂടി വളരെ ഭവ്യതയോടുകൂടെ ആ ശുശ്രൂഷയിലേക്ക് കരം നീട്ടുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടിയാണ്. കാരണം ആരും അയോഗ്യമായി ഇതിലേക്ക് കരം നീട്ടാൻ പാടില്ല. അങ്ങനെ നീട്ടിയാൽ ചിലർ രോഗികളാകാം, ചിലർ മരണത്തിലേക്ക് പോലും കടന്നു പോകാൻ ഇടവരും, മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും വിശുദ്ധവുമായും പവിത്രമായും ഒരു ശുശ്രൂഷയായിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ പരിഗണിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് പരിഗണിക്കുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ സഹോദരങ്ങളെ, എന്നിട്ട് തിരിച്ചിവിടെ വന്നേക്കാം ഞാൻ. ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ മറുസൈഡിൽ എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ ആ കുർബാന എന്ന് പറയുന്നത് അവരും ഗൗരവമായിട്ട് തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, വളരെ ഗൗരവമായിട്ട്. പണ്ട് കാലത്ത് ഓർത്തഡോക്സിലെ പുരോഹിതന്മാർ ആ കുർബാന അർപ്പിക്കാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വരുന്നൊരു സമയം, എന്നിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം സജ്ജമാക്കുന്നതും പിന്നീട് ആ ധൂപക്കുറ്റി വീശാനുള്ള കരി അതൊക്കെയായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അവരതിൻ്റെ ഒരു സമർപ്പണത്തിൽ അതൊക്കെ ചെയ്യുന്നത് വളരെ ഭവ്യതയോടുകൂടി. അപ്പോൾ അവരുടെ തലയ്ക്കകത്ത് അങ്ങനെ ആ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ അച്ഛന്മാർ ഈ ഏടാകൂടത്തിൻ്റെ പാർട്ടികളാണ്, എല്ലാം കുറ്റി തട്ടിയന്മാരാണ് എന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലുള്ള ഈ വളരെ പ്രായം ചെന്ന ആളുകളൊക്കെ അത് ഗൗരവത്തിലാണ് അവരത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ യോയോ അച്ഛന്മാരുണ്ടല്ലോ, യോയോ അച്ഛന്മാരെന്ന് പറയും. യോയോ അച്ഛന്മാർ തോന്നിവാസികളായിട്ട് നടക്കുന്ന പലതും. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെയല്ല, അവരത് ഗൗരവത്തിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഗൗരവമൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ അവരുടെ ഇടയിലുണ്ട്. അതിൻ്റെ വചന സാധ്യതയൊന്നുമല്ല ഞാൻ പറയുന്നത്, അവരത് അങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെന്തിക്കോസ്തുകാരെന്ന് പറയുന്നവരുടെ ഇടയിൽ ഒരു ബിരുദൻ, പ്രശസ്തനായൊരു ബിരുദൻ, അവനും അവൻ്റെ പെമ്പിളയും പിള്ളേരും ഒക്കെ കൂടി ഒരുമിച്ചിരുന്ന് ഒരു പട്ടീനെയും കൂടെ ഇരുത്തിക്കൊണ്ട് കർത്തൃമേശ നടത്തുന്നു. കർത്തൃമേശ, അതിനെ എങ്ങനെയാണ് കർത്തൃമേശ എന്ന് വിളിക്കുന്നത്? അതിനെ നിങ്ങൾ കർത്തൃമേശ എന്ന് വിളിക്കുമോ? അത് കാണുമ്പോൾ തന്നെ വലിയ അസ്വസ്ഥത തോന്നും നമുക്ക്. പറയുന്നത് അങ്ങനെയല്ലേ സഹോദരങ്ങളെ? ഈ പേര് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? ഹോളി കമ്മ്യൂണിയൻ എന്നല്ലേ അവർ പറയുന്നത്. വിശുദ്ധ മേശ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ അത് അലക്ഷ്യമായി ചെയ്തപ്പോൾ പെന്തക്കോസ്ത് സമൂഹത്തിലെ സീനിയറായിട്ടുള്ള ശുശ്രൂഷകന്മാർ ആരും അതിനെ എതിരെ ഒരു വാക്കും പറഞ്ഞില്ല, ആരും അത് തെറ്റായിപ്പോയി എന്നൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് വെളിയിലുള്ള ഈ എപ്പിസ്കോപ്പൽ സഭകളിലുള്ള സമൂഹങ്ങളിൽപ്പെട്ട ആളുകളും പെന്തക്കോസ്തി തന്നെയുള്ള ആളുകളും ഇന്ന് അതിൻ്റെ റിസൾട്ട് നമുക്കറിയില്ല. ഇന്നല്ല അതിൻ്റെ റിസൾട്ട് വരുന്നത്. അതിൻ്റെയൊക്കെ റിസൾട്ട് വരുംകാലത്താണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. വരുംകാലത്ത് നമ്മൾ വർത്തമാനം പറയുമ്പോൾ ആളുകൾ തിരിച്ചു ചോദിക്കും, എടാ പട്ടീനെയും കൊണ്ട് കർത്തൃമേശ നടത്തുന്ന നീയാണോടാ വലിയ വർത്തമാനം പറയാൻ വരുന്നതെന്ന് ചോദിക്കും. ആ കർത്തൃമേശ നടത്തിയ റാംബാബു
ബെല്ലാരിക്കാരൻ, കർണാടകയിലെ റാംബാബു, അയാളൊരു പെന്തിക്കോസ്തുകാരനല്ലെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. അയാൾ വെറും ഒരു ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാരനാ. കേൾക്കുമ്പോൾ ചിലർ ഞെട്ടിപ്പോവും. റാംബാബു ഒരിക്കലും പെന്തിക്കോസ്റ്റിൻ്റെ ഉപദേശം ഹോൾഡ് ചെയ്യുന്നയാളല്ല. അയാൾ തികച്ചും ഒരു ന്യൂ ജനറേഷനാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ നടക്കുന്ന ഐക്യ കൺവെൻഷൻ, ഉണർവ് കൺവെൻഷൻ എന്നൊക്കെ പറയുന്ന കൺവെൻഷനുകളിലെല്ലാം വന്ന് IPC, AG, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ് എന്ന് വേണ്ട എല്ലാ ഗോഡും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ആ സംഘങ്ങളിലൊക്കെ ഈ പട്ടിക്കാരൻ വന്ന് പ്രസംഗിക്കും. അപ്പോൾ പബ്ലിക്കിനോട് നമുക്ക് പറയാൻ പറ്റുമോ ഇയാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലെന്ന് പറയാൻ പറ്റുമോ? അവിടെയാണ് കർക്കശമായി തീരുമാനങ്ങൾ എടുക്കുന്ന അഭിഷിക്തന്മാർ ഇല്ലാതെ പോകുന്നതിൻ്റെ കുഴപ്പം. ഈ തലമുറയിൽ എന്താ ഈ ബിഷപ്പ് വന്ന് പ്രസംഗിച്ചതൊക്കെയായി ചേർത്ത് വെച്ചാൽ കേട്ടോ ഇതൊക്കെ പറയുന്നത്. നമ്മുടെ നടുവിൽ വർത്തമാനം പറയാൻ സീനിയറായിട്ടുള്ള ശുശ്രൂഷകന്മാരില്ലാതെ പോകുന്നു. സീനിയോറിറ്റി എല്ലാവർക്കും ഉണ്ട്, കാര്യങ്ങൾ തുറന്നു പറയില്ല. അവരുടെ പേര് പോകുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തിനാ പൊല്ലാപ്പ് പിടിക്കുന്നതെന്ന് വിചാരിച്ചിട്ടോ ഒക്കെ ആരും ഒന്നും മിണ്ടില്ല. പക്ഷെ ഇന്ന് ഈ മിണ്ടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ബാധിക്കുന്നത് അടുത്ത ജനറേഷനെയാണ്. കാരണം ഇന്ന് എല്ലാം റെക്കോർഡഡാണ്. സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന വിഷയങ്ങളാണിതെല്ലാം. ഇന്ന് നമ്മൾ എത്ര ഭയഭക്തിയിൽ പോകേണ്ടതാണെന്നറിയാവോ? ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാൾ എത്ര അലക്ഷ്യമായിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റുകാർ അവർ പൂർണ്ണമായും ബൈബിൾ വിശ്വസിക്കുന്നവരല്ല. ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പ് ആരും പൂർണ്ണമായും ബൈബിൾ വിശ്വസിക്കുന്നതല്ല. ഞാൻ പിന്നീടൊരു അവസരത്തിൽ അത് വളരെ കൃത്യമായി ഞാൻ പ്രൂവ് ചെയ്യാം. അവരാരും ബൈബിൾ വിശ്വസിക്കുന്നവരല്ല. ഭാഗികമായി മാത്രമേ അവർ ബൈബിൾ വിശ്വസിക്കുന്നുള്ളൂ. നമ്മൾ വിശ്വസിക്കുന്ന പോലെ അതിൻ്റെ കവർ ടു കവർ വിശ്വസിക്കുന്നവരല്ല. അവർക്ക് ബോധിച്ച ഭാഗങ്ങൾ മാത്രം, അവരുടെ താല്പര്യ സംരക്ഷണത്തിന് ഉതകുന്ന കാര്യങ്ങൾ മാത്രമേ അവരെടുക്കുകയുള്ളൂ. അപ്പോൾ ഈ പട്ടിക്കുർബാന, ഈ പട്ടിക്കർത്തൃമേശ, ഈ നായയെ നിർത്തിക്കൊണ്ട് നടത്തിയ ആ കാര്യം അത്രമേൽ ക്ഷതം പെന്തിക്കോസ്റ്റ് ലോകത്തിന് വരുത്തിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചോ. വരുംകാലത്ത് അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കും. കാരണം അലക്ഷ്യമാക്കുകയാണ് കാര്യങ്ങൾ, അലക്ഷ്യമാക്കുകയാണ്. അത് ഇടയിൽ കയറി വന്നതാണ്. അപ്പോൾ കർത്തൃമേശയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പവിത്രതയും ഗൗരവവും ഒക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്നോർത്ത് കർത്തൃമേശ ഒരു വിഗ്രഹാരാധന പോലെ നമ്മൾ പരിഗണിക്കരുത്, വേറെ രീതിയിൽ അങ്ങനെ എടുക്കരുത്. അത് ഗൗരവത്തിലും വിശുദ്ധിയിലും അതിൻ്റെ മനോഹരതയിലുമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്ന അവരുടെ ഓരോ വളർച്ചയിലും അവരത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവർ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഉള്ളിൽ ഈ ചോദ്യങ്ങൾ വരും. എന്തുകൊണ്ട് ഞങ്ങളെ ഇതിൽ പങ്കെടുപ്പിക്കുന്നില്ല? അല്ലേ? 2 വയസ്സ് 3 വയസ്സിലൊക്കെ അല്ലെ 5 വയസ്സ് 8 വയസ്സിലൊക്കെ അവർ ഷാഢ്യങ്ങളാണ്. തരണം എനിക്ക് വേണം എന്നുള്ള ബഹളങ്ങളൊക്കെ ഉണ്ടാക്കും. നമ്മൾ പേടിപ്പിച്ച് ഒരു സൈഡിൽ ഒതുക്കിയിരുത്തും. പക്ഷെ അങ്ങനെയല്ല. 8, 9, 10, 11 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ ചിന്താമണ്ഡലമൊക്കെ ഉണർന്നു വന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രാപ്തമായി വരുന്നൊരു കാലമാണ്. ആ സമയത്തെ ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാനുണ്ട്. കുഞ്ഞെ, നിനക്കിതിനകത്ത് ഇപ്പോൾ പങ്കാളിത്തം വഹിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് നിനക്ക് പാപബോധം തരും. നീ നിൻ്റെ രക്ഷകനെ കണ്ടെത്തും. ആ രക്ഷകനോട് നീ ചേരും. എങ്കിൽ മാത്രമേ നിനക്ക് തകർന്നുറങ്ങിയൊരു ഹൃദയത്തോടെ ആനന്ദത്തോടെ ഇതിനകത്ത് കൈനീട്ടാൻ കഴിയൂ. അല്ലെങ്കിൽ നിനക്കിത് അനുഭവവേദ്യമായി തീരണമെങ്കിൽ, ഒരു അനുഭവമായി മാറണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. ഞങ്ങൾ അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയൊന്നടങ്കം പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടണം. നിനക്ക് പാപബോധം വരണം. നീ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. നീ വചനം വായിക്കുന്നുണ്ടല്ലോ, നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ദൈവം നിന്നെ രക്ഷിക്കും. തൻ്റെ പുത്രൻ്റെ ബലിമരണത്താൽ ഉളവായ രക്ഷ നിനക്ക് സ്വായത്തമാക്കാൻ കഴിയും. അങ്ങനെ സംഭവിക്കുന്നത് വരെ വെയിറ്റ്, കാത്തിരിക്കുക എന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. അപ്പോൾ അവരുടെ ഉള്ളിലൊരു വാഞ്ച വരികയാണ്. എൻ്റെ കാത്തിരിപ്പിൻ്റെ വിരാമം എന്നാണ്. എൻ്റെ മാതാപിതാക്കളോടുകൂടെ, എൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടെ ഒരുമിച്ച് ഈ തിരുമേശയുടെ ഭാഗമാകാൻ എനിക്കെന്ന് കഴിയുമെന്നൊരു ചിന്ത കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉടലെടുക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ആ താല്പര്യം വരികയാണ്. അവർ കാത്തിരിക്കും. വളരെ വേഗം രക്ഷാനിർണയത്തിലേക്ക് പ്രവേശിക്കണമെന്നൊരു വാഞ്ച അവരുടെ ഉള്ളിൽ വരും. അങ്ങനെ അവർ രക്ഷയിലേക്കും സ്നാനത്തിലേക്കും ഒക്കെ കടന്നു വരാനിടയാകും. അതേസമയം 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സുള്ളപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് മോനും ഇത് വായിലേക്കും കിട്ടോ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഗൗരവം പോയില്ലേ? ഈ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ നമ്മൾ ഇങ്ങനെ ഈ കാര്യങ്ങളെ വെച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ താല്പര്യം ജനിക്കും.
അവർക്ക് ഒരു വാഞ്ച വരും. ഇതിലേക്ക് ഞാനും പങ്കാളിത്തം വഹിക്കേണ്ടതാണല്ലോ, ഞാനിങ്ങനെ മാറി നിൽക്കാൻ പാടില്ലല്ലോ, ഞാൻ ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കണമല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ, അതിന് ഉതകുന്ന തരത്തിലുള്ള വചന ശുശ്രൂഷയല്ലേ നമ്മുടെ സഭകളിൽ നടക്കുന്നത്. നമ്മുടെ സഭകളിലൊക്കെ നടക്കുന്ന വചന ശുശ്രൂഷ എന്ന് വെച്ചാൽ കോൾമയിൽ കൊള്ളിക്കും. നമ്മുടെ ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് നിന്ന് ക്രൂശിനെയൊക്കെ പ്രസംഗിക്കുകയും വർണ്ണിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടാൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, പിന്നെ അല്ലേ വേണ്ട അത്രയും കൂട്ടണ്ട, പാറശാല മുതൽ ഗോകർണം വരെ നമ്മുടെ പെന്തിക്കോസ് പാസ്റ്റർമാരിൽ നിന്ന് വചനം പ്രസംഗിക്കുന്ന കേട്ട ഏത് കൊച്ചും മാനസാന്തരപ്പെട്ടു. അതുപോലെയുള്ള വചനങ്ങളല്ലേ അവർ പറയുന്നത്. അരുതാത്തൊരു വാക്കും പറയാറില്ല, ഒരു ലോകകാര്യവും പറയാറില്ല. അത്ര സ്പഷ്ടമായി നിരന്തരമായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുക. പിന്നെ പിള്ളേർ പെട്ടെന്ന് വിശ്വാസത്തിലേക്ക് വരില്ലേ? പെട്ടെന്ന് സ്നാനപ്പെടാതിരിക്കുമോ? ഇപ്പം ഈ പറഞ്ഞതൊക്കെ സ്വപ്നമാണോ അത് യാഥാർത്ഥ്യമാണോ ആർക്കറിയാം. എന്തു ആകട്ടെ, ഞാനങ്ങ് പറഞ്ഞു വിട്ടതാ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ ആ വാഞ്ച നിങ്ങൾ കണ്ടില്ലേ, ഇതിന് ഗൗരവമുണ്ട്. സൗരങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ ഭാഷ മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ഒരു സംശയം. ഇതിനൊരു ഗൗരവമുണ്ട്. ഇത് വളരെ പവിത്രമായ കാര്യങ്ങളാണ് ഈ ആത്മീയ വിഷയങ്ങളൊക്കെ. ഇതിലേക്ക് ഞാനും കടന്നു വരേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത അവരിൽ ഉളവാക്കുകയാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. അതേസമയം ഞാനൊരു മറുകാര്യം കൂടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പെന്തിക്കോസുകാർ അതങ്ങ് സ്പ്രിംഗ്ഫീൽഡിൽ ഉത്ഭവിച്ചതാണ്. സ്പ്രിംഗ്ഫീൽഡുകാരാണ്. ആ സ്പ്രിംഗ്ഫീൽഡിൻ്റെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ തമിഴ്നാട്ടിൽ കേരളത്തിലുണ്ട്. അത് പുനലൂരും പിന്നെ കോഴിക്കോടും ഒക്കെയാണ് അതിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഈ തമിഴ്നാട്ടിലും അതിന് പല ആസ്ഥാനങ്ങളുണ്ട്. തമിഴ്നാട്ടിലെമ്പാടും പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സംവിധാനമുണ്ട് ഇവർക്ക്. അത് ഇവർക്ക് മാത്രമല്ല, തമിഴ്നാട്ടിലെ മിക്കവാറും പെന്തിക്കോസുകാർക്കെല്ലാം ഉള്ളൊരു കാര്യമാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു ബ്രോഷറുണ്ട്. ഈ സ്പ്രിംഗ്ഫീൽഡുകാരുടെ ഒരു ബ്രോഷറുണ്ട്. അതായത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഞാൻ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ 2-3 ദിവസം മീറ്റിങ്ങാണ്. ചില പ്രിയപ്പെട്ടവർ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നാളെ വരില്ല, നാളെ എൻ്റെ ഇന്ന പോലെ ബ്രദറിൻ്റെ കുഞ്ഞിൻ്റെ തിരുവിരുന്നാണ്, മുതൽ തിരുവിരുന്നാന്ന് പറഞ്ഞു. മുതൽ തിരുവിരുന്ന്, അതെന്നാ വിരുന്ന? മുതൽ തിരുവിരുന്നാന്ന് പറഞ്ഞു. എനിക്കൊന്നും പിടികിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരാൾ ഒരു ചെറിയ കാർഡ്, നമ്മൾ ഈ കല്യാണക്കുറിയൊക്കെ അടിക്കുന്ന പോലെ തന്നെ ഒരു കുറി അടിക്കും. അത് വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു കുറി, വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു കുറി. അത് എൻ്റെ കയ്യിൽ ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ വല്ലവരും അവിശ്വസിച്ചാൽ അവർക്ക് എടുത്തങ്ങ് നീട്ടി കൊടുക്കാമല്ലോ. സ്പ്രിംഗ്ഫീൽഡിൻ്റെ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. സ്പ്രിംഗ്ഫീൽഡിൻ്റെ കാർഡാന്ന് പറഞ്ഞു കൊടുക്കാം, മുതൽ തിരുവിരുന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണ്? അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നാളത്തെ ആ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ അവിടുത്തെ ലോക്കൽ ശുശ്രൂഷകൻ, ഈ കൊച്ചിൻ്റെ അപ്പനും അമ്മയും മറ്റ് ബന്ധുക്കൾ എന്ന് വെച്ചാൽ ഏത് കൂട്ടത്തിൽ പെട്ടതും, അത് കാത്തലിക്കോ ഓർത്തഡോക്സോ ഹിന്ദുവോ മുസ്ലിമോ ആരായിക്കോട്ടെ, എല്ലാവരെയും വിളിക്കും, സകലരെയും വിളിക്കും. അപ്പോൾ ഈ കല്യാണങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾ 50-100 രൂപയൊക്കെ കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാമിനോടുള്ള ബന്ധത്തിൽ ഈ കുഞ്ഞിന് ധാരാളം പണം ലഭിക്കും. ധാരാളം പണം. അത് 50, 100, 500, 1000, 10,000 ഒക്കെ വെച്ചിട്ട് പലരും അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം കൊടുക്കും കുഞ്ഞിന്. അപ്പോൾ അതിൻ്റെ വീതം പാസ്റ്റർക്കും കൊടുക്കുമായിരിക്കും, സഭയ്ക്കും കൊടുക്കുമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗംഭീര ശാപ്പാട്. അപ്പോൾ അന്ന് ഈ പാസ്റ്റർ ഈ കൊച്ചിന് ആദ്യത്തെ കർത്തൃമേശ കൊടുക്കും. 6-7 വയസ്സുള്ള കൊച്ചിനെ ആദ്യത്തെ കർത്തൃമേശ. അതെന്തിൻ്റെ പേരില്ല? അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി പ്രാന്തുകൾ ഇതിനകത്തുണ്ട്. ഇതിനാ വാക്ക ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളിൽ പലരും ഇതൊന്നും കേട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ അന്തം വിട്ടായിരിക്കും ഇരിക്കുന്നത്. അന്തം വിടണ്ട, ഞാൻ അന്ന് അന്തം വിട്ടതാണ്. എൻ്റെ ദൈവം, പെന്തിക്കോസുകാരുടെ ഇടയിൽ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്ക് ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസം വല്ലതും ഉണ്ടോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ നാട്ടിലാണ് കേട്ടോ ആ സ്പ്രിംഗ്ഫീൽഡിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്രണ്ടൻ്റ് ഇരിക്കുന്നത്. ചെന്നൈയിലാണ് പുള്ളി ഇരിക്കുന്നത്, സൂപ്രണ്ടൻ്റ്. അപ്പോൾ അങ്ങനെ സൂപ്രണ്ടൻ്റ് അവിടെ ചെന്നൈയിൽ ഇരിപ്പുണ്ട്. ഈ ചെന്നൈയിലിരിക്കുന്ന സൂപ്രണ്ടൻറ്റിന് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ബോധവുമില്ല. പുള്ളി 20,000, 30,000, 40,000-ൻ്റെയോ സഭയുടെ പാസ്റ്ററാണെന്നാണ് പറയുന്നത്. പക്ഷെ മുതൽ തിരുവിരുന്നെന്ന് പറയുന്ന വിവരക്കേട് പെന്തിക്കോസുകാരുടെ ഇടയിൽ അത് മിക്കവാറും എല്ലാ കൂട്ടത്തിലും ഉണ്ട്. അത് ആ സ്പ്രിംഗ്ഫീൽഡിൻ്റെ മാത്രമല്ല, അത് ടെന്നാസിക്കാരുടെ കയ്യിലും കാണും. എല്ലാ കൂട്ടരുടെ കയ്യിലും ഈ സൈസ് ഇടപാടുണ്ടാവും. ആ രാജ്യത്ത്, ആ ദേശത്ത്, ഏത് തമിഴ്നാടെന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും അത്. ഇവിടെ കർണാടകയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ധാരാളം തമിഴ്ക്കാരുള്ള നാടാണ് ബാംഗ്ലൂരൊക്കെ. ഇവിടെയൊന്നും അങ്ങനെ ഒരു ഇടപാട് ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പം നമ്മൾ എല്ലാം അറിയണമെന്നുമില്ലല്ലോ. പൊതുവിൽ അങ്ങനെ കേട്ടിട്ടില്ല. അവിടെ ഇങ്ങനെ ധാരാളമുണ്ട്. ഓക്കെ, ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ലോക വിവരക്കേട, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ അധികം വിശദീകരിക്കുന്നില്ല, സമയം പോവും. അത് പിന്നാലെ എപ്പോഴെങ്കിലും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാം.
ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ, ഈ കർത്തൃമേശയുടെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നമ്മൾ നിർത്തുകയാണ്, അവരെ അതിലേക്ക് ആകർഷിക്കുകയാണ്. അവരുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു ജീവിതമായി പരിണമിച്ചതിന് ശേഷം അവർക്കിതിൽ പങ്കാളിത്തം വഹിക്കാമെന്നുള്ള ഒരു കണ്ടീഷൻ അവിടെയുണ്ട്, ഒരു നിശബ്ദമായ കണ്ടീഷൻ. അതുപോലെ തന്നെ ഞാൻ ഈ ബിഷപ്പിനെ അവിടെ നിർത്തുക. ഈ അഭിഷിക്തന്മാർ നിരന്നിരിക്കുന്ന വേദിയിൽ വേർപെട്ട ദൈവജനത്തിൻ്റെ നടുവിൽ വലിയവനായ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്ത വേർതിരിച്ച അഭിഷേക തൈലം പകർന്ന അവൻ്റെ അഭിഷിക്തന്മാർ നിരന്നിരിക്കുമ്പോൾ അവിടെ ഒരു പോപ്പിന് പോലും വന്നിരിക്കാൻ പറ്റില്ലെന്നുള്ളതാണ് എൻ്റെ പോളിസി. നിങ്ങളതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എനിക്കറിയില്ല. വല്ല കല്യാണ സദ്യക്കൊക്കെ നമുക്ക് പോപ്പിൻ്റെ കൂട്ടത്തിലോ ആരുടെ കൂട്ടത്തിൽ വേണമെങ്കിലും ഇരിക്കാം, നോ പ്രോബ്ലം. അത് ഏത് കാതോലിക്കോയുടെ കൂടെ വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ആത്മീയ ശുശ്രൂഷ നടക്കുമ്പോൾ മാത്രമാകട്ടോ. ശ്രദ്ധിക്കണം, ആത്മീയ ശുശ്രൂഷ നടക്കുന്ന ഇടത്ത് മാത്രമാണ് ഈ പറഞ്ഞ കാര്യം. അല്ലാതെ മറ്റെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഇരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അവരുടെ ഇടയിൽ പോയിരിക്കാൻ ഒരു വലിയ പ്രോഗ്രാം നടക്കുക, പിണറായി വിജയൻ, മറ്റേ വിജയൻ, എല്ലാ വിജയന്മാരും ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ അവിടെ കാതലിക്ക് ബാവയുണ്ട്, ആർച്ച് ബിഷപ്പുണ്ട്, ഫ്രാങ്കോയുണ്ട്, എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുന്നതിനിടയ്ക്ക് ഒരു പെന്തിക്കോസ് പാസ്റ്റർക്ക് എന്നാ കാര്യം, ഓർഡറാന്ന് പറയും അവർ. അവിടെ നമുക്ക് ഒരു സാധ്യതയില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മളല്ലോ പവർ വിഷൻ ടെലിവിഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷൻ അങ്ങനെയൊക്കെയുള്ള പേരും പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ ഈ സൈഡിലെ കസേരയിൽ ഇരുന്നോളാൻ ചിലപ്പോൾ പറയും. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ നമുക്കവിടെ കസേര തന്നാൽ തന്നെ പോയി എന്നുവെച്ചാൽ നമ്മൾ ആദരിക്കപ്പെടുകയാണ്. നമുക്ക് ആദരം ലഭിക്കേണ്ടവരല്ല നമ്മൾ. കർത്താവ് പറയുകയാണ്, ഈ ലോകം എന്നെ പകച്ചെങ്കിൽ നിങ്ങളെയും പകയ്ക്കും. ഞാൻ ഇരിക്കുന്നതിൻ്റെ പിന്നിലൊരു വാക്യം നിങ്ങൾക്ക് കാണാം. യോഹന്നാൻ 15:18 കേട്ടോ. യോഹന്നാൻ 15:18. ഇന്ന് അധികം വാക്യങ്ങളൊന്നും വായിച്ചില്ല. അതുകൊണ്ട് ഷിജുപാസ്റ്റർ ഇന്ന് കരയോന്ന് എനിക്കറിയില്ല. സങ്കടപ്പെടേണ്ട ഷിജുപാസ്റ്റർ, നമുക്ക് ധാരാളം വാക്യങ്ങൾ അടുത്ത ദിവസം വായിക്കാം. നവീന് സങ്കടപ്പെടണ്ട, നമുക്ക് വാക്യങ്ങളൊക്കെ വായിക്കാം. ഗൗരവമായ കാര്യങ്ങളായി പറയുന്നത്. നെല്ലും പതിരുമൊക്കെ ഒന്ന് വേർതിരിക്കുകയാണ്. അങ്ങനെ വേർതിരിച്ചൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് പല കാര്യങ്ങളും ഇനിയും വായിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ഈ വാദഗതി നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. ഇത് ഹൃദയത്തിൽ കയറണം സഹോദരങ്ങളെ. നമ്മുടെ ബോധ്യങ്ങളാണ്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ നമ്മുടെ രീതികൾ, സമ്പ്രദായങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് അവരെ ധരിപ്പിക്കേണ്ടതുണ്ട്. അവർ വചനത്തിലൂടെ ആ കാര്യങ്ങൾ ഉറപ്പിക്കപ്പെടേണ്ടതുണ്ട്. അവരിൽ നിന്ന് അടുത്ത തലമുറകളിലേക്കെല്ലാം കൈമാറി പോകേണ്ടതുണ്ട്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അത്ര ഗൗരവമാണ്. അപ്പം ഞാൻ പറഞ്ഞ എന്താ, ആത്മീയ ശുശ്രൂഷ നടക്കുന്ന ഇടത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ രക്ഷാനിർണയം പ്രാപിക്കണം. വചനം പറയുന്ന രീതിയിലുള്ള വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കണം. കർത്താവ് വേലയ്ക്ക് വേർതിരിക്കണം. അവൻ്റെ തലയിൽ അഭിഷേക തൈലം വരണം. എന്ന് വെച്ചാൽ ആത്മനിറവിൻ്റെ അനുഭവത്തിലേക്ക് വരണം. നല്ല വചന നിശ്ചയവും ഉപദേശത്തിൽ ഗ്രാഹ്യമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരെ മാത്രമാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരക്കാർ നിരന്നിരിക്കുന്നതിനിടയിൽ മറ്റൊരാൾക്ക് വന്നിരിക്കാൻ, അയാൾ ഏത് വേഷഭൂഷാദിയിലാണെങ്കിലും ലോകം അവരെ ആദരിക്കുമായിരിക്കും. ലോകം അവരെ ആദരിക്കുമായിരിക്കാം. പക്ഷേ ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ എന്നുള്ള നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ അവർ ഈ വേഷഭൂഷാദിയിൽ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരി വരും. കാരണം എന്നാ, ഇത് എന്നാ കോമാളിത്തരമായി കാണിക്കുന്നത്. ഓരോ നാട്ടിലെ രീതികളുണ്ട്, ഓരോ നാട്ടിലെ രീതികൾ. ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അറബികളെല്ലാം നീളക്കുപ്പായ ഇടുന്നത്. അവിടുത്തെ അറബികളെല്ലാം നീളക്കുപ്പായ ഇടുന്നത്. നമ്മുടെ ഗൾഫിലുള്ള സഹോദരങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അവർ നിരന്തരം കാണുന്നതാണ്. അറബികൾ കൈലി കൊണ്ട് കൊടുത്തല്ല അതിൽ നടക്കുന്നത്. അറബി എല്ലാം നീളക്കുപ്പായ ഇടുന്നത്. അത് ആ നാടിൻ്റെ ഒരു സംസ്കാരമാണ്. പണ്ട് കാലത്ത് മലയാളക്കര വന്നു കഴിഞ്ഞാൽ ഇവിടെ മുണ്ടെടുക്കുന്ന ഒരു രീതിയായിരുന്നു. ഷർട്ടൊക്കെ പിന്നീട് എങ്ങാണ്ട് വന്നതാണ്. ഏതോ സായിപ്പ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സായിപ്പ് എങ്ങാണ്ട് ഊരി ഒരു ഷർട്ടെങ്ങാണ്ട് വല്ലതും താഴെ ഇട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എങ്ങാണ്ട് ആ മലയാളക്കരയിലെ ആൾക്കാർ ഷർട്ട് കണ്ടത്. ഇവിടെ അങ്ങനെ ഷർട്ടൊന്നും ഇല്ലായിരുന്നു, ഷർട്ടും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അതിന് മുകളിലൊരു തുണി ഇടും. അതിനാണ് നേരിയതെന്ന് പറയും. നേരിയത് ഒരു തുണി ഇങ്ങനെ ഇടും. പിന്നീട് വേറെ ചില പേരുകളൊക്കെ പറയും, രണ്ടാമുണ്ടെന്നും അങ്ങനെ എന്തൊക്കെയോ പേരുകളൊക്കെ പറയും. ഇങ്ങനെയൊക്കെ ജീവിച്ച മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ ഓരോ നാട്ടിലെ വസ്ത്രധാരണത്തിൻ്റെ രീതികളാണ് ഞാൻ പറഞ്ഞത്. പല വ്യത്യസ്ത രീതികളുണ്ട്. അതൊന്നും കുഴപ്പമില്ല. വ്യത്യസ്തമായ രീതിയിലൊക്കെ നമുക്ക് വസ്ത്രം ധരിക്കാം. യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ സാധാരണ പോലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറും. കോട്ട് സൂട്ടും ഒക്കെ യൂസ് ചെയ്യും. തണുപ്പ് കാലത്തൊക്കെ നിരന്തരമായി അങ്ങനെയൊക്കെ ആയിരിക്കും. ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തും. അതൊക്കെ അതിൻ്റെ രീതികളൊക്കെ. പക്ഷേ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ഡ്രസ് കോഡിനെ കുറിച്ച് ന്യൂ ടെസ്റ്റ്മെൻറ്റ് പറയുന്നില്ല.
ന്യൂ ടെസ്റ്റ്മെൻറ്റ് പറയുന്നില്ല, പുതിയ നിയമം പഠിപ്പിക്കുന്നില്ല അങ്ങനത്തെ യാതൊരു ഡ്രസ് കോഡിനെ സംബന്ധിച്ചും. പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പുറപ്പാട് ദിവസം 28-ാം അധ്യായം വളരെ സ്പഷ്ടമായിട്ട് ഈ പ്രീസ്ലി ഗാർമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, പൗരോഹിത്യ വസ്ത്രത്തിൻ്റെ A to Z കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 28, 29 അധ്യായത്തിലൊക്കെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളുണ്ട് പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ച്. അത് തന്നെയല്ല, ഒരുവനെ ശുശ്രൂഷയിലേക്ക് എങ്ങനെ പ്രവേശിപ്പിക്കാമെന്നുള്ള കാര്യം വ്യക്തതയോടെ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ലേവ്യ പുസ്തകം 8-ാം അധ്യായം. ആ കോൺസിഗ്രേറ്റഡ് ലൈഫിലേക്ക് അവരെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന്, കരപൂർണ ശുശ്രൂഷയാൽ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് എങ്ങനെ അഹരോനെയും പുത്രന്മാരെയും കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ആരംഭം കുറിക്കുന്നത് അവിടെയാണ്, ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൽ. അതിനകത്ത് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടോ? അഹരോനൊരു സംശയം ഉദിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അഹരോൻ അതിനെക്കുറിച്ച് പിന്നീട് ഒരു സംശയം ചോദിച്ചായിട്ട് നമ്മളെങ്ങും കാണുന്നില്ല. അവൻ്റെ പുത്രന്മാരും ഒന്നും ചോദിച്ചിട്ടില്ല, ഇതിന് നീളം എന്ത് വേണം, ഇങ്ങനെ ഇടണോ, ഈ 2-3 എണ്ണമൊക്കെ ഇടണോ, ഓർമ്മ ഇട്ടാൽ പോരെ, ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്നില്ല. എല്ലാം സ്പഷ്ടമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിലയങ്കിയുടെ കാര്യം പറയുന്നുണ്ട്, ഏഫോദിൻ്റെ കാര്യം പറയുന്നുണ്ട്, പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ടാണ് പറയുന്നത്. സകല കാര്യങ്ങളും, തലയിൽ മുടി വയ്ക്കുന്ന കാര്യം, അതായത് ടർബൻ, പിന്നെ ഗോൾഡ് പ്ലേറ്റിൻ്റെ കാര്യം, A to Z എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിസാര കാര്യം പോലും, എന്തിന് ഇങ്ങനെ വെക്കുന്ന ആ പട്ടം എന്ന് മലയാളത്തിൽ വായിക്കും, അതായത് ഒരു ഗോൾഡ് പ്ലേറ്റ് ഇങ്ങനെ നെറ്റത്ത് വെച്ചിരിക്കുക, അത് താഴെ ചാടിപ്പോകാതെ ഒരു നൂല് കൊണ്ടിങ്ങനെ ഈ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ കെട്ടു, നൂല് കൊണ്ടിങ്ങനെ ചുറ്റും കെട്ടു, നൂലുകൊണ്ട്. ആ നൂലിൻ്റെ കളറ് പോലും പറഞ്ഞിരിക്കുകയാണ്, നീല നൂലായിരിക്കണം. വളരെ കൃത്യതയോടെയാണ് പറഞ്ഞിരിക്കുന്നത്. സകല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതേസമയം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഡ്രസ് കോഡിനെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല, യാതൊരു ഡ്രസ് കോഡും ഇല്ല. അപ്പം ഇവര് ഇങ്ങനത്തെ വേഷഭൂഷാദിയിൽ, നമ്മുടെ ബിഷപ്പ് അന്ന് പറഞ്ഞായിരുന്നു, ഞാനിപ്പോൾ ഇങ്ങനെ വെള്ള ഇട്ടുകൊണ്ട് വന്നതിൻ്റെ കാരണം എൻ്റെ ഭാര്യയും പറഞ്ഞു, പിന്നെ വേറെ ആരോ പറഞ്ഞു ഒരു വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ നല്ലതായിരിക്കുമെന്ന്. അങ്ങനെ അവരൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു വെള്ള ഇട്ടുകൊണ്ട് വന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ന് വൈകിട്ട് എനിക്ക് കൊട്ടാരക്കരയ്ക്ക് പോകണം. അവിടെ മർത്തോമാ സഭയുടെ ബിഷപ്പിനെ സെൻഡ് ഓഫ് കൊടുക്കുന്നുണ്ട്. ആ സെൻഡ് ഓഫിൽ ഞാൻ നല്ല ചൊക എന്നുള്ള ചോമ്പിട്ടുകൊണ്ട് പോകുന്നു. അവരെയൊക്കെ ഒന്ന് പേടിപ്പിക്കണ്ടേന്ന്. പേടിപ്പിക്കാനാണോ തുണി കൊടുക്കുന്നത്? അത് കൊള്ളാം. അത് അന്ന് ബിഷപ്പ് പറഞ്ഞ കാര്യമാണ്. ഞാൻ അന്ന് പറഞ്ഞ ആ കാര്യങ്ങൾക്കല്ല ഇപ്പോൾ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. സഹോദരങ്ങൾ, ഇതെല്ലാം ഒരു ഫാൻസി ഡ്രസ്സാണ്. എപ്പിസ്കോപ്പൽ സഭകളിലുള്ള ഏതെങ്കിലും സഹോദരങ്ങൾ നമ്മളെ ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ഇവന്മാർ ലോക അഹങ്കാരികളാണെന്ന് പറയും. ഞങ്ങളുടെ ആൾക്കാരെല്ലാം അവമാനിക്കുന്ന രീതിയിലല്ലേ വർത്തമാനം പറയുന്നതെന്ന് ചിന്തിക്കും. അങ്ങനെയല്ല, നമ്മൾ ദൈവവചനത്തിലേക്കാണ് നോക്കുന്നത്. പഴയ നിയമത്തിലേക്ക് നോക്കും, പുതിയ നിയമത്തിലേക്ക് നോക്കും. പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഒരു അപ്പോസ്തലന്മാരും ഈ പറയപ്പെട്ട ഒരു വേഷഭൂഷാദിയിൽ സഞ്ചരിച്ചതായിട്ട് തിരുവചനത്തിൽ യാതൊന്നും കാണുന്നില്ല. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച് വ്യക്തതയോടെ തന്നെയാണ് പൗലോസ്ലീഹ എഫേസ് ലേഖനത്തിൽ പറയുന്നത്. എഫേസ് ലേഖനത്തിൽ, കൊരിന്ത് ലേഖനത്തിൽ തിരുമേശയെക്കുറിച്ച് വ്യക്തതയോടെ നമുക്ക് മാർഗനിർദ്ദേശം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കുന്നവരെ കുറിച്ച് സന്ദേഹത്തിന് കാരണമില്ലാതെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് എഫേസ് ലേഖനം 4:11 മുതൽ 16 വരെ. ആ 11-ാം വാക്യത്തിൽ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. എത്രവിധ ഉദ്യോഗങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് പറയുകയാണ്. ഒരു സന്ദേഹം അവിടെ വരുന്നില്ല. 5 വിധ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കൃത്യമായും 5 വിധ ശുശ്രൂഷ. ആ 5-fold മിനിസ്ട്രി എങ്ങനെയായിരിക്കണം റൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ് 12 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങളിൽ കാണുന്നത്. അവർക്ക് കൊടുത്തിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, എങ്ങനെയായിരിക്കണം അവർ ദൈവസഭയെ ശുശ്രൂഷിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു അഡീഷണൽ വാക്യം വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. എന്താ? നിങ്ങളുടെ അച്ഛന്മാരെല്ലാം ഇങ്ങനത്തെ കുപ്പായത്തിലും നിങ്ങളുടെ മേൽപ്പെട്ട സ്ഥാനീയരെല്ലാം ഇങ്ങനത്തെ കുപ്പായത്തിലും വ്യത്യസ്തതയിൽ നിൽക്കണം. പിന്നെ എന്താ? പിന്നെ അച്ഛന്മാരുടെ തലയിൽ ചുമ്മാ കറുത്ത തൊപ്പിയാണെങ്കിൽ ഇവരുടെ തലയിൽ, മേൽപ്പെട്ട സ്ഥാനീയരുടെ തലയിൽ ഇത്തരത്തിലുള്ള കളർഫുള്ളായിട്ടുള്ള തൊപ്പികൾ, പലവിധ കളറുകൾ, പച്ചയോ ചുവപ്പോ നിങ്ങൾക്ക് തോന്നുന്ന പോലെയുള്ള ഏതെങ്കിലും കളറിലുള്ള തൊപ്പിയൊക്കെ വെച്ചോ എന്ന ഒരു വാക്യം അഡീഷണൽ ആയിട്ട് ഈ പൗലോസ്ലീഹയ്ക്ക് അവിടെ ചേർക്കാൻ പാടില്ലായിരുന്നോ? ചേർക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രസംഗം തന്നെ ഉദിക്കുന്നില്ല. നമ്മൾ ആ വാക്യത്തെ പ്രതി അതിൻ്റെ വിശദീകരണത്തിലേക്കേ പോകുകയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒരു കാര്യപരിപാടി ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ വിശദീകരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തതയോടെ പറയുകയാണ്. ഈ ഡ്രസ് കോഡിനെ കുറിച്ചോ വേഷഭൂഷാദികളെക്കുറിച്ചൊക്കെയുള്ള യാതൊരു പരാമർശങ്ങളും പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ല. പുതിയ നിയമത്തിൽ
കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വേലയ്ക്ക് വിളിക്കപ്പെട്ട ആളുകൾ അവർ അഭിഷേകം പ്രാപിച്ചിരിക്കണം, അവരുടെ തലയിൽ അഭിഷേക തൈലം വേണം, അവർ വചനത്തിൽ നിശ്ചയമുള്ളവരായിരിക്കണം. ഈ മത്തായി 13 ഒരു വാക്യമുണ്ട്, അവർ പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും എടുത്തു കൊടുക്കാൻ പാകത്തിന് പ്രാപ്തരായ ശാസ്ത്രിമാരായിരിക്കണമെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും എടുത്തു കൊടുക്കുന്ന ശാസ്ത്രിമാരായിരിക്കണമെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ വചനത്തിൽ നിശ്ചയമുണ്ടായിരിക്കണം, അഭിഷേകത്തിൽ ജ്വലിക്കുന്നവരായിരിക്കണം. തൊപ്പിയുണ്ടോ എന്നുള്ളതൊരു വിഷയമല്ല, ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ ഒരു വിഷയമല്ല. പുതിയ നിയമത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. പുള്ളിയുടെ കയ്യിൽ തൊപ്പി മാത്രമല്ല, ഒരു പാമ്പിൻ്റെ വടിയൊക്കെ കയ്യിലിരിപ്പുണ്ട്. അതൊക്കെ മുന്നമേ നമ്മളൊരു മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളതാണ്. മോശയുടെ മുറോനീത്തോ, മോശയുടെ കയ്യിലിരിക്കുന്ന വടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നമേ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണത്. അപ്പോൾ വടിയെ വിട്ടേക്കാം. ഇനി ആ തൊപ്പി കണ്ടതിൽ നിന്നാണ് പറഞ്ഞത്. ആ ചുവപ്പ് കളറിലുള്ള തൊപ്പി കണ്ടപ്പോൾ നമ്മൾ പുറപ്പാട് ദിവസം 28-ാം അധ്യായത്തിൻ്റെ എനിക്ക് തോന്നുന്നു 34-ാം വാക്യമാണെന്ന് തോന്നുന്നു. ആ വാക്യങ്ങൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഈ പഴയ നിയമത്തിലെ പുരോഹിതൻ്റെ തലയിൽ വെക്കുന്ന തൊപ്പി എന്ന് പറയുന്നത് വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ളതാണ്. അതിന് താഴെയാണ്, ഈ നെറ്റിയിലാണ് നെറ്റിപ്പട്ടം അഥവാ ഗോൾഡ് പ്ലേറ്റഡ് ആ ഒരു എഴുത്തുള്ള, യഹോവയ്ക്ക് വിശുദ്ധൻ എന്നുള്ള ആ എഴുത്തുള്ള ആ മുദ്രക്കൊത്തുള്ള അത് ഇങ്ങനെ നീലനൂല് കൊണ്ട് കെട്ടിവെക്കേണ്ടത്. ഇവർ പഴയ നിയമത്തിൽ നിന്ന് കുറേ ഭാഗമൊക്കെ കടമെടുത്തിട്ടുണ്ട്. പിന്നീട് ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്ന ഈ വാക്ക് ഞാൻ കണ്ടുപിടിച്ച വാക്കല്ല, ഇത് ഓർത്തഡോക്സ് സഭയുടെ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തൊരു കാര്യമാണ്. ഈ ഓർത്തഡോക്സ് സമൂഹങ്ങളിലെ മേൽപ്പട്ടക്കാർ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ആ കാര്യങ്ങളെല്ലാം, അതിപ്പോൾ കാത്തലിക്കിൻ്റെ ഒക്കെ ആ കൂട്ടത്തിൽ അവർ കൂട്ടുമായിരിക്കും. ഇതെല്ലാം ഗ്രീക്ക്, അതായത് പഴയ പാഗൻ മതത്തിലെ പ്രീസ്റ്റും ഹൈ പ്രീസ്റ്റൊക്കെ ഉണ്ട്. അതെല്ലാം വലിയ വേഷഭൂഷാദിയിലാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. ആ വേഷങ്ങളുടെ ഭാഗങ്ങളൊക്കെ കടമെടുത്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ വന്നതാണ്. ഞാൻ മുന്നമേ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സൈറ്റ് ഞാൻ ഒത്തിരി പ്രചരിപ്പിച്ചായിരുന്നു, ധാരാളം ഇടങ്ങളിൽ പ്രചരിപ്പിച്ചു. അവരുടെ ആ സൈറ്റിലെ മണ്ടത്തരം അവർ തന്നെ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു അവർ ആ സൈറ്റ് ബ്ലോക്ക് ചെയ്തു പിന്നീട്. കാരണം അവരെഴുതി വെച്ചിരിക്കുക അവരുടെ മേൽപ്പട്ടക്കാരുടെ വസ്ത്രമൊക്കെ ഈ ഗ്രീക്ക് പാഗൻ മതത്തിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന അവരുടെ ആ പുരോഹിതന്മാരുടെ വസ്ത്രത്തിൻ്റെ രീതിക്കനുസരിച്ചാണെന്നുള്ളത്. അപ്പോൾ കിട്ടിയ അവസരം നമ്മളങ്ങ് വിനിയോഗിച്ചു. അല്ലാതെ ഇതിന് വേദപുസ്തകവുമായി ബന്ധമുള്ളതോ ഒന്നുമല്ല എന്നുള്ളത് അനേകരെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ആ സന്ദർഭം ഉതകി എന്ന് മാത്രം. ഓക്കെ, അവരത് പിൻവലിച്ചെങ്കിൽ പോലും നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ വചനത്തിൽ കാണുന്ന ആ വ്യവസ്ഥകളുണ്ടല്ലോ, പുരോഹിതൻ്റെ വസ്ത്രത്തിൻ്റെ രീതികളും ആ തലയിൽ വയ്ക്കുന്ന തൊപ്പിയുടെ കാര്യങ്ങളൊക്കെ. അതേസമയം നമ്മൾ പഠിക്കേണ്ട, പുതിയ നിയമ വിശുദ്ധന്മാർ പഠിക്കേണ്ട ഒരു പുസ്തകമാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം. അവിടെ നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം തരുന്നുണ്ട്. സർവായുധ വർഗം ധരിക്കുന്നതിനെക്കുറിച്ച്. അത് എല്ലാ ദൈവമക്കളും മനസ്സിലാക്കി ഗ്രഹിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. സർവായുധ വർഗമില്ലെങ്കിൽ നമ്മൾ പോരാട്ടത്തിൽ പരാജയപ്പെട്ടു പോകും. ഇങ്ങനത്തെ തൊപ്പി വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാലും കാര്യമില്ല, പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നാലും കാര്യമില്ല. പിന്നെ പിൻഭാഗം കാണിച്ച് കുർബാന ചൊല്ലിയാലും മുൻഭാഗം കാണിച്ച് കുർബാന ചൊല്ലിയാലും ഒരു പ്രയോജനം അതിനകത്തൊന്നുമില്ല. അതൊന്നുമല്ല കാര്യം ഇരിക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലാണ് കാര്യം ഇരിക്കുന്നത്. രക്ഷ എന്ന ശിരസ്ത്രം, തലയിലിരിക്കുന്ന തൊപ്പിയെക്കുറിച്ച് എന്താ പറയുന്നത്? രക്ഷ എന്ന ശിരസ്ത്രം, രക്ഷിക്കപ്പെടണമെന്ന്. പിന്നെ അങ്ങനെ ഓരോന്നും, അരയ്ക്ക് സത്യം കെട്ടണം, സത്യസുവിശേഷത്തിനുള്ള വാഞ്ചയ്ക്കുള്ള ആ ചെരുപ്പ്, സുവിശേഷം അറിയിക്കാനുള്ള വാഞ്ച, അതാണ് ചെരുപ്പായിട്ട് പറയുന്നത്. അതുപോലെ ഓരോ കാര്യങ്ങളും അങ്ങനെയല്ലേ പറയുന്നത്. ഒരു കയ്യിൽ വാള്, മറുകൈയിൽ പരിച. ഇതൊക്കെയാണ് ഒരു പുതിയ നിയമ ശുശ്രൂഷകനെ സംബന്ധിച്ച് കാണേണ്ട കാര്യങ്ങൾ. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഒരു പുതിയ നിയമ ശുശ്രൂഷകനെ സംബന്ധിച്ച് കാണേണ്ട കാര്യങ്ങൾ. അല്ലാതെ ഈ സൈസ് ഫാൻസി ഡ്രസ്സുമായിട്ട് ഒരാൾ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ സമൂഹങ്ങളിലെ സാധാരണപ്പെട്ട വ്യക്തികളെക്കാളും ഇവരെന്തുമാത്രം ദൈവത്തെ പരിഹസിക്കുന്നവരാണെന്ന് ചിന്തിക്കുക. ഇവരിങ്ങനെ പല കളറിലുള്ള വസ്ത്രം ധരിക്കാനായിട്ട് എവിടെയാണ് വചനമുള്ളത്? ആകെ പറയാനുള്ള ഒരു സ്റ്റാൻഡ് ഇതേ ഉള്ളൂ, പാരമ്പര്യമാണെന്ന് പറയാം. പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയാം നമുക്ക്. അതല്ലാതെ ഒരു വസ്തുതയും നമുക്ക് പറയാനില്ല അതിനകത്ത്. സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്ന അപജയങ്ങൾ, മണ്ടത്തരങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിലാണോ കടന്നു വരുന്നത്? അവിടെ ഇരിക്കുന്ന ജനങ്ങളെല്ലാം വേർപെട്ട ദൈവജനങ്ങളാണ്. ഒരു ആത്മീയ ശുശ്രൂഷ നടക്കുന്ന ഇടമാണെന്ന് ഞാൻ പറഞ്ഞു.
നിരന്നിരിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ. അപ്പോൾ അവരുടെ കയ്യിലിരിപ്പൊക്കെ നല്ലതാണെന്നൊക്കെ ചിലപ്പോൾ ചിലർ ചോദിക്കും. അവരിൽ ചിലരുടെ കയ്യിലിരിപ്പൊക്കെ മോശമായിരിക്കും, അതൊക്കെ സത്യമായിരിക്കാം. അവർ ജഡത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. പക്ഷേ അവർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ട്, അവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അവർ വഴി മാറിയിട്ടുണ്ടായിരിക്കാം, അതിനുള്ള ശിക്ഷ അവരനുഭവിക്കും. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അവർ ആ വ്യവസ്ഥയിൽ വന്നല്ലോ. വരാത്തവരും കാണില്ല എന്നൊരു ചോദ്യമുണ്ട്. വരാത്തവരും കാണാം, ആ വ്യവസ്ഥയിലേക്ക് വരാത്തവരും കാണാം. പക്ഷെ നമ്മൾ പൊതുവിൽ പറയുമ്പോൾ ആ പൊതുവിൽ ആ ശുശ്രൂഷയുടെ നടുവിലേക്ക് അന്യൊരുത്തൻ കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കൂടിയ ഒരു അപകടം ഞാൻ നിങ്ങളുടെ മുമ്പാകെ കേൾപ്പിക്കാം. കൂടിയൊരു അപകടം. ഞങ്ങളൊരു 2 ചെറിയ വീഡിയോ നിങ്ങളെ കേൾപ്പിക്കുകയാണ്, ചെറിയ വീഡിയോ. ആ വീഡിയോയും കൂടെ കേട്ട് കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വേഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതായത് 2 വീഡിയോസ് ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ, കാത്തലിക് സമൂഹത്തിലെ ഇന്ന് അറിയപ്പെടുന്ന മലയാളക്കരയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു സീനിയർ പുരോഹിതൻ, അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അദ്ദേഹം 2 അതിലധികമോ ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിയാണ്. റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ പാംപ്ലാനി എന്ന് പറയുന്ന അദ്ദേഹം സംസാരിക്കുന്ന പല സംസാരങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് വളരെ വ്യക്തതയോടെ. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന കാര്യത്തിൽ അല്പം ചില കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ധാരാളം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളയാളാണ്. വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളയാളാണ്. അതുകൊണ്ട് ആ സീനിയറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം നിങ്ങളൊന്ന് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഫാദറിൻ്റെ ആദ്യത്തെ വാദപ്രകാരം അബ്സല്യൂട്ട് ഫ്രീഡം ദൈവവിശ്വാസത്തെ തരുന്നു എന്നതാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന വിശ്വാസികൾ ബാധ്യസ്ഥനായ വിശ്വാസിക്ക് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതിൽ ഭയങ്കര അപകടമുണ്ട്. ആ ദൈവം ദൈവമല്ല. നിങ്ങളുടെ ചിന്ത വളരെ ശരിയാണ്. ഞാനാകുന്നുവെന്ന് ദൈവം പറഞ്ഞാൽ ആ ദൈവം ദൈവമല്ല, അത് ഓംനി പൊട്ടൻ ദൈവമാ. നേരത്തെ പറഞ്ഞതുപോലെ സംശയിക്കേണ്ടതില്ല. ബൈബിളിന്റെ ദൈവം ഏതാണെന്നുള്ളതോ, ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞ് പീലാത്തോസിന്റെ അരമനയിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട് ചെമ്മട്ടിയടിയേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യനില്ലേ, അവന് ബൈബിളിന്റെ ദൈവം എന്ന് പറയുന്നത്. കുരിശിൽ കിടക്കുന്ന ദൈവം, മുറിക്കപ്പെടുന്ന ദൈവമാ ബൈബിളിന്റെ ദൈവം എന്ന് പറയുന്നത്. ഇതാ ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്നുള്ളത് അറിയുക. ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ആ സമൂഹം അവരുടെ ദൈവസങ്കല്പമാണ് പറഞ്ഞത്. ദൈവസങ്കല്പം, അതായത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ വലുവനായ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതായത് മോശയോട് പറഞ്ഞപ്പോൾ, ഞാൻ മിസ്രൈമിൽ ചെന്ന് ഫറവോനോടും ജനത്തോടും പറയുമ്പോൾ നീ ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയണം, ആരയച്ചെന്നൊക്കെ ചോദിച്ചാൽ മറുപടി പറയണ്ടേ. അപ്പോഴാണ് പറഞ്ഞത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന ആ പ്രസിദ്ധമായ ആ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയാണ് പഴയ നിയമത്തിൽ നമ്മളവിടെ കണ്ടത്. ഇതിനോട് തുല്യമായ നിലയിലാണ് യേശുക്രിസ്തു വന്നപ്പോഴും പറഞ്ഞത്, ഞാനാകുന്നു വാതിൽ. കോൺക്രീറ്റ് ആയിട്ടല്ലേ പറയുന്നത്, അതിനകത്ത് വേറെ വർത്തമാനമൊന്നുമില്ല. ഞാനാകുന്നു വഴി, ഞാനാകുന്നു ജീവൻ്റെ ഉറവിടം. അങ്ങനെ അനവധി കാര്യങ്ങളാണ് പറയുന്നത്. ഞാനാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തും പറയുകയാണ് ഞാനാകുന്നു, ഞാൻ നല്ല ഇടയൻ, പിന്നെ എന്താ, ഞാൻ മുന്തിരിവള്ളി, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന ആ സെയിം സംബോധന തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയാണ്, ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ ഈശോ അല്ലല്ലോ, ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ ദൈവം പീലാത്തോസിൻ്റെ മുമ്പിൽ നമ്മുടെ ശിരസ്കനായി നിന്ന് ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങുന്ന ആ ദൈവസങ്കല്പം. അതായത് അദ്ദേഹം പറഞ്ഞു വന്നതിനകത്തൊരു പോസിറ്റീവ് വശമുണ്ട്. പക്ഷേ വിവരക്കേടാണ് 2 ഡോക്ടറേറ്റുള്ള പുള്ളി പറഞ്ഞത്. 2 ഡോക്ടറേറ്റുള്ള പുള്ളി വേദപുസ്തകത്തെ തിരുത്താനും ദൈവത്തെ തിരുത്താനാണ് വന്നിരിക്കുന്നത്. മോശയോടന്ന് പറഞ്ഞല്ലോ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്. നമ്മുടെ ഇടയിലൊക്കെയുള്ള ഒത്തിരി പണ്ഡിതന്മാരുണ്ട്. ഈ പണ്ഡിതന്മാർക്ക് പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ പണ്ഡിതന്മാർക്കൊന്നും അറിയില്ലെന്നൊക്കെ പറയാൻ ഞാൻ ആളല്ല. എന്നാൽ പോലും അവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോവും. ഞങ്ങൾ പറയുന്ന പുതിയ നിയമത്തിലെ യേശുവിനെയാണെന്നൊക്കെ പറയും ചിലർ. പണ്ഡിതന്മാരാ, ചുമ്മാ ലോക്കൽ ഉപദേശിമാരല്ല, പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരും ഈ അച്ഛന്മാരും ഇവരെല്ലാം ഒരുമിച്ചാണ് പല സെമിനാരികളിലും പഠിക്കുന്നത്. പിന്നെ ഇവരെല്ലാം പലരും ഒരുമിച്ച് പഠിക്കുന്നവരാണ്. ഇവിടുത്തെ സെൻറ്റ് പീറ്റേഴ്സിലും ധർമാരത്തിലും ഒക്കെ ഇവരൊക്കെ ഒരുമിച്ച് MT സെമിനാരിൽ അവിടെ ഇവിടെയൊക്കെ ഒരുമിച്ച് പഠിക്കുന്നവരാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നത് എന്താ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവം ഓംനി പൊട്ടനാന്ന്. നമ്മുടെ ദൈവം പൊട്ടനാന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഈ പുള്ളിയെ അടുത്ത കുമ്പനാട് കൺവെൻഷനിൽ ഒരു ആശംസാ പ്രസംഗത്തിനെങ്കിലും വിളിക്കണമെന്നുള്ളതാണ് റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ പാംപ്ലാനീന് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥനയാണ്. പറ്റിയാൽ നിങ്ങൾ വിളിച്ചാൽ നന്നായിരിക്കും.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നതിലെ പോസിറ്റീവ് സൈഡ് എന്താണെന്നറിയാവോ? അതായത് ഞങ്ങളുടെ ദൈവം ഇങ്ങനെ നിഗ്രഹിക്കാൻ നിൽക്കുന്ന ദൈവമല്ല, ഞങ്ങളുടെ ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല, സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമാണെന്ന് പറയാനാണ് പാവം പിടിച്ച കൊച്ചച്ഛനല്ല വല്യച്ഛൻ ഇങ്ങനെ ശ്രമിച്ചത്. പക്ഷെ അത് ദൈവദൂഷണമാണെന്നും വചനവിരുദ്ധമാണെന്നും ദൈവത്തിൻ്റെ ആ സ്വഭാവത്തെ അദ്ദേഹം ഒരു സൈഡ് മാത്രമാണ് കണ്ടിട്ടുള്ളൂ എന്നും നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയല്ലേ അത് പ്രതിഫലിക്കുന്നത്, ഒരു സൈഡ് മാത്രം കണ്ടതായിട്ട്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ പീലാത്തോസിൻ്റെ മാളികയിൽ അങ്ങനെ കണ്ടെങ്കിൽ പിന്നത്തേതിൽ ആ യേശുക്രിസ്തുവിനെ യോഹന്നാൻ എങ്ങനെയാണ് കണ്ടത്? യോഹന്നാൻ കണ്ടതല്ലേ ക്രൂശേ കിടക്കുന്നത്? ക്രൂശിലെ തിരുവായ്മൊഴിയിൽ ഒരു മൊഴി തന്നെ യോഹന്നാനോടാണ് പറയുന്നത്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം യോഹന്നാൻ അതൊക്കെ കണ്ടയാളാണ്. ക്രൂശി കിടക്കുന്നതും പിടിച്ചോണ്ട് പോകുന്നതും ഗെത്സമനയിലൊക്കെ യോഹന്നാൻ ഉണ്ടായിരുന്നു. ഈ കാഴ്ചയൊക്കെ കണ്ടതാ. അത് തന്നെയല്ല, 3.5 കൊല്ലം മാറോട് ചാരിയിരുന്നയാളാ യോഹന്നാൻ. ആ യോഹന്നാൻ വിറച്ചുപോയി പത്മോസി വെച്ച്. സ്വർഗം തുറന്നിരിക്കുന്നതും മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ടുവരുന്ന കൂട്ടത്തിൽ യോഹന്നാന് ലഭിക്കുന്നൊരു ദർശനം എന്താണ്? ഭയാനകമായ ദർശനമാണ്. താൻ മാറോട് ചാരിയിരുന്ന കർത്താവിനെ ആ കാണുന്ന കാഴ്ച, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ആ കണ്ട കാഴ്ച, ആ തേജസ്സിൻ്റെ രൂപത്തെ കണ്ടപ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോലെയായി. അപ്പോൾ ആ ക്രിസ്തുവിനെ പിന്നത്തേതിൽ നമ്മൾ കാണുന്നുണ്ട്. ആ ക്രിസ്തുവിനെ, രാജത്വം പ്രാപിച്ച ക്രിസ്തുവിനെ വെളിപ്പാട് ദിവസം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു രാജത്വം പ്രാപിക്കുന്നത് കാണുകയാണ്. വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണം നമ്മൾ കാണുകയാണ്. അതും കഴിഞ്ഞ് വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ പീലാത്തോസിൻ്റെ മുമ്പിൽ നിന്ന് ആ നിപ്പല്ല പിന്നെ കാണുന്നത്. അവിടെ കാണുന്നത് എന്താ? ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി, അല്ലല്ലോ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് എന്താ എഴുതിയിരിക്കുന്നത്? അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ളൊരു നാമം അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് യെശയ്യാവ് 63 പോകേണ്ടി വരും. യെശയ്യാവ് 63:1. ഏദോമിൽ നിന്ന് രക്താന്തരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നവൻ ഇവനാർ. വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടന്നുകൊള്ളുന്നവൻ ഇവനാർ. നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലവനുമായ ഞാൻ തന്നെ. കണ്ടോ? വസ്ത്രാലങ്കൃതനായ ക്രിസ്തു. ബസ്രായിൽ നിന്ന് വരുന്നവൻ ഇവനാർ, രക്താംബരം ധരിച്ച്. പിന്നെ താഴേക്ക് വായിക്കുകയാണ്. അതിൻ്റെ താഴേക്കൊക്കെ വായിച്ചു വരുമ്പോൾ അവൻ മുന്തിരിച്ചക്ക് ചവിട്ടിയ കാര്യമൊക്കെ വായിക്കുന്നുണ്ട്. അവൻ്റെ വസ്ത്രം എന്താ? രക്തം തളിച്ച, അല്ലെങ്കിൽ രക്തം തെറിച്ച വസ്ത്രവുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിലേക്ക് പിന്നെ വരുമ്പോൾ 14 മുതൽ താഴേക്ക് വായിച്ചാൽ, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. എന്നിട്ട് ജാതികളെ വെട്ടുവാൻ, അതായത് നേഷൻസിനെ എന്ന് തിരുത്തിക്കൊള്ളണം, രാഷ്ട്രങ്ങളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോൽ കൊണ്ടവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതിരാജാവും കർത്താതികർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. പിന്നീട് താഴേക്കൊക്കെ വായിച്ചോണം. അപ്പോൾ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ കാഴ്ച മാത്രമല്ല ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി കാണേണ്ടത്. ക്രൂശി തൂങ്ങിക്കിടക്കുന്ന ആ ഒരു കാഴ്ച മാത്രമല്ല കാണേണ്ടത്. അവൻ ആരാ? അവൻ ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായവനാണ്. അവൻ രക്ഷകൻ മാത്രമല്ല, അവൻ നീതിപതിയായ ന്യായാധിപതിയും കൂടെയാണ്. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ്. അതാണ് ആ സമൂഹവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അവരെ ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ച് അങ്ങനെ പോകും. സൈഡ് പിടിച്ച് അങ്ങനെ അങ്ങ് പോകും. ഈശോ ഉണ്ണീശോ എന്നൊക്കെ പറഞ്ഞു പോകും. നമ്മൾ ഈശോ ബത്ലഹേമിൽ പിറന്നത് മുതൽ ഗോൽഗോഥ വരെ ഒറ്റ സ്ട്രക്ചറിൽ കാണും. പിന്നെ ഒറ്റ ക്യാൻവാസിൽ തന്നെ നമ്മളത് കാണുകയല്ലേ. ബത്ലഹേം മുതൽ ഗോൽഗോഥ വരെയുള്ള നീണ്ടു നിവർന്ന് കിടക്കുന്ന കാഴ്ചകൾ. ഇവർ ഉണ്ണീശോയെ പിടിച്ചു കഴിഞ്ഞാൽ ആ വഴിക്ക് അങ്ങനെ അങ്ങ് പോകും. ഉണ്ണീശോ.
അല്ലേ ക്രൂശിക്കപ്പെട്ട കാര്യം പറഞ്ഞ് അങ്ങനെ ക്രൂശിക്കപ്പെട്ട ആ കാര്യം പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകും. ഇതിൻ്റെ ആ ഗ്രാഫ് നമ്മൾ ശരിയാവണ്ണം ഗ്രഹിക്കണം. അത് ഗ്രഹിച്ചവരെയാണ് ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നത്. അത് ഗ്രഹിക്കാത്തവരെ എങ്ങനെ വിളിക്കാൻ പറ്റും? അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ ദൈവമല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പറയുന്നു അവനാണ് സാക്ഷാൽ സത്യേക ദൈവം, അവനാണ് ത്രിയേക ദൈവം. രണ്ടും പറയും. അവനാണ് സത്യേക ദൈവം എന്നും പറയും, അവനാണ് ത്രിയേക ദൈവം എന്നും പറയും. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച കാര്യം എന്താ? ന്യായവിധി നടത്താൻ വരുന്ന ക്രിസ്തുവിനെയാണ് കാണുന്നത്. അപ്പം സ്നേഹനിധിയായ ക്രിസ്തുവോ? അതെ, അവൻ ഇന്ന് സ്നേഹനിധിയായ ക്രിസ്തു തന്നെയാണ്. ഇന്നവൻ സ്നേഹനിധിയായ ക്രിസ്തു തന്നെയാണ്. തൻ്റെ കൃപാദാനപ്രകാരം ഇന്നവൻ കരുണാസമ്പന്നനായ ദൈവമാണ്. ഇന്നവൻ മനസ്സലിവുള്ളവനാണ്, ദയാപൂർണനാണ്. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ അവൻ പ്രത്യക്ഷപ്പെടുന്നൊരു സമയമുണ്ട്. അതിനെ ആർക്ക് സഹിക്കാൻ കഴിയുമെന്നൊക്കെയാണ് മലാക്കിയിൽ ചോദിക്കുന്നത്. നീതിസൂര്യൻ രോഗോപശാന്തിയോടുകൂടെ പ്രത്യക്ഷപ്പെടുമ്പോൾ സിയോനിലെ പാവികളൊക്കെ വിറയ്ക്കും. അവൻ്റെ പ്രത്യക്ഷത. അതുപോലെ 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൽ അവൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ശക്തിയുള്ള ദൂതന്മാരുമായി അവൻ വെളിപ്പെടുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ നിത്യനാശമെന്ന ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നൊക്കെയാണ്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ച് അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാളെന്നൊക്കെ വായിച്ചു. വായിൽ നിന്ന് വാളൊന്നും വരുന്നില്ല. വാള് കാണിക്കുന്ന ന്യായവിധിയാണ്. അവൻ്റെ വാക്കുകൾ അത് ന്യായവിധിക്ക് ഉതകും. അവൻ കൽപ്പിച്ചാൽ സൂര്യനോട് മറയാൻ പറഞ്ഞാൽ മറയും. ഇപ്പോൾ പ്രകൃതിയിൽ ഇന്നത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അപ്പോൾ അതെല്ലാം ന്യായവിധിയായിട്ട് മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വായിൽ നിന്ന് വരുന്ന വാളെന്ന് പറയുന്നത്. അല്ലാതെ കർത്താവിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വാളൊന്നും നീണ്ടിരിപ്പില്ല. അതിൻ്റെ ആത്മീയാർത്ഥം അങ്ങനെ എടുക്കണം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ സത്യേക ദൈവം തന്നെയാണ്. അവൻ സൃഷ്ടാവാണ്, അവൻ രക്ഷിതാവാണ്, അവൻ വീണ്ടെടുപ്പുകാരനാണ്. അപ്പോൾ തന്നെ അവൻ നീതിപതിയായ ന്യായാധിപതിയും കൂടെയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ ബോധ്യങ്ങൾ. അതേസമയം എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിലെ പണ്ഡിതന്മാരായ ബിഷപ്പന്മാരും സീനിയറായിട്ടുള്ള പൗരോഹിത്യ വൃന്ദത്തിലുള്ള ആളുകളൊക്കെ, ഇത്തരം ആളുകളെയൊക്കെ നമ്മൾ അടുത്തു നിന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പം അദ്ദേഹത്തോട് നമ്മൾ നേരിട്ട് എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചോ. ഈ ആദ്യത്തെ 5 പുസ്തകങ്ങൾ മോശ എഴുതിയ പുസ്തകങ്ങളെന്ന് നമ്മൾ പറയുന്ന ആ പുസ്തകങ്ങൾ അത് മോശ എഴുതിയതാണെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമില്ല. അതിനൊരു സാധ്യതയില്ല, ഒരു തെളിവുമില്ല. അത് ആരോ എഴുതിയതാണെന്ന് അവർ പറയുള്ളൂ. വേറെ ഉണ്ട് ഒത്തിരി റവറൻഡ് ഡോക്ടർമാരൊക്കെ, അവിടെയൊക്കെ പ്രഭാഷണം ഞാൻ ഇതിനകത്ത് കേൾപ്പിച്ചിട്ടുണ്ട്. ആ സമൂഹത്തിലുള്ള ഒരു പ്രസിദ്ധനായ ഒരു സീനിയറായിട്ടുള്ള ഒരു പുരോഹിതനാണ് അദ്ദേഹം സെമിനാരികളിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. റവറൻഡ് ഡോക്ടർ മൈക്കിൾ കാരിമറ്റ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പഞ്ചഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് മോശ എഴുതിയതല്ലെന്ന് ആണെന്നുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ടെന്നേ. ഈ തിരുവഴുത്തിൽ നിന്ന് തന്നെ നമ്മൾ തെളിയിക്കാം. പുള്ളി തീർത്ത് പറയുന്നു അങ്ങനെയല്ലെന്ന്, അത് വേറെ ആരണ്ടൊക്കെ എഴുതിയതാണ്, അതിനൊരു സാധ്യതയില്ലെന്ന്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പറയാണ് മോശയുടെ ഗ്രന്ഥങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ മോശ എഴുതാത്ത പുസ്തകത്തെക്കുറിച്ച് കർത്താവ് നുണ പറയുമോ? തെളിവുകൾ ധാരാളം നമ്മുടെ കയ്യിലുണ്ട്. അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഇവരുടെ എല്ലാ സങ്കല്പങ്ങളും ചിന്തകളും ഇങ്ങനെയൊക്കെയാണ് സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയാണ്. അവരുടെ ദൈവസങ്കല്പമൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ മിശ്രയും വിട്ട് ചെങ്കടൽ വഴിയായി കടന്നുപോയി എന്ന് പറയുന്നതൊന്നും ഇവരൊന്നും വിശ്വസിക്കുന്നില്ല. ചെങ്കടലൊക്കെ കടന്നെന്നുള്ളത് ചുമ്മാ ശരാശരി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതാണ്. ഈ പണ്ഡിത ലോകം ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് അതിൽ വേറെ ഏതോ റീഡ് സീ എന്ന് പറയുന്ന വെള്ളത്തിലൂടെ കാല് നനഞ്ഞ് ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം പണ്ഡിതന്മാരെ നമ്മുടെ ഇടയിൽ വിളിച്ച് പ്രസംഗിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന ആത്മാവ് ഏതായിരിക്കും? നമ്മൾ ആത്മലോകവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന മനുഷ്യരാണ്. ആത്മലോകവുമായി ബന്ധപ്പെടുമ്പോൾ ഈ മനുഷ്യരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതായിരിക്കും? ഇദ്ദേഹം ഒത്തിരി ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നതായിരിക്കും. രോഗികൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുന്ന ആളായിരിക്കും. ആളുകൾക്കെല്ലാം വീട് വെച്ച് കൊടുക്കുന്ന ആളായിരിക്കും. അതുകൊണ്ട് കാര്യമായില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരാളിൽ വാസം ചെയ്യില്ല. പരിശുദ്ധാത്മാവ് വാസം ചെയ്യണമെങ്കിൽ ഒരുവൻ രക്ഷിക്കപ്പെടണം, അവൻ സ്നാനപ്പെടണം, അവൻ ആത്മാവിൽ നിറയപ്പെട്ട് മുൻപോട്ടൊരു വിശുദ്ധ ജീവിതം നയിക്കണം. ഈ വിശുദ്ധ തിരുവെഴുത്തുകളെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലിമരണം വിശ്വസിച്ച് അവൻ്റെ മടങ്ങിവരവ് അംഗീകരിച്ച് അങ്ങനെ ആ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന ആളുകളെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നു. അവരുടെ മേലെ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നതും. അപ്പോൾ ഈ പറയപ്പെട്ട നിലയിൽ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത
അദ്ദേഹത്തോട് വ്യക്തിപരമായി ഒരു വിരോധമില്ല കേട്ടോ സഹോദരങ്ങളെ. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ ഒടുക്കത്തിൽ അതും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പറയപ്പെട്ട ഈ സീനിയർ ആയിട്ടുള്ള റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ പാംപ്ലാനിയോട് നമുക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ഒരു വിരോധവുമില്ല. അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് താല്പര്യമുണ്ട്, താല്പര്യത്തിനൊന്നും കുറവില്ല. ഇത്തരക്കാരും നമ്മുടെ നടുവിൽ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ദൈവസഭയെ തെറ്റിച്ച് കളയും. അവിടെ വേറെ ആത്മാവിൻ്റെ വ്യാപാരം കടന്നു വരും. വേറെ ആത്മാവിനാൽ ജനം സ്പർശിക്കപ്പെടും, വഴിതെറ്റിപ്പോകും. കാരണം അവിടെ ദൈവസാന്നിധ്യം അലക്ഷ്യമാക്കി കഴിഞ്ഞാൽ, ആ ശുശ്രൂഷകന്മാർ അതിന് അവസരം കൊടുത്താൽ അവിടെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടും, ദൈവം പിൻവാങ്ങും. ആ സമൂഹത്തിൻ്റെ നടുവിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് അപജയങ്ങളായിരിക്കും. അപജയങ്ങൾ. വിശുദ്ധന്മാരുടെ നടുവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പം ഞാനിതിനിടയ്ക്ക് നായെ വെച്ച് കർത്തൃമേശ നടത്തിയ കാര്യം പറഞ്ഞു, ഈ വക കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഇങ്ങനെ പറഞ്ഞു വരുന്ന എല്ലാം സങ്കീർണതയാണല്ലോ, ആരുമായിട്ട് സഹകരിക്കാൻ പറ്റില്ല, ആരുമായിട്ടും ചേരാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ എല്ലാവരുമായിട്ട് ചേർന്ന് വേണമെങ്കിൽ പൊക്കോ, പക്ഷെ ലക്ഷ്യത്തിലെത്തില്ല. ലക്ഷ്യത്തിലെത്തണമെങ്കിൽ പ്രമാണത്തെ മുറുകെ പിടിക്കണം. നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമായി കാണരുത്. ആ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ലെവിറ്റിക്സ് ചാപ്റ്റർ 22 വേഴ്സ് 9. ലേവ്യ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിച്ച് നമ്മളിവിടെ അവസാനിപ്പിക്കും. ഞാൻ യഹോവയാകുന്നു, ആകയാൽ അവർ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? തൻ്റെ വചനത്തിലൂടെയാണ് ശുദ്ധീകരിക്കുന്നത്. ഇന്ന് നമുക്ക് അങ്ങനെയാണ് പറയാൻ പറ്റുന്നത്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. അവർ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കരുത്. ഈ വാക്യം നമ്മൾ എത്ര ആവർത്തി വായിച്ചിട്ടുള്ളവരാ. പക്ഷെ ഒരാവർത്തി കൂടെ ഇന്ന് വായിച്ച് അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ശുശ്രൂഷകന്മാർ തെറ്റായ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ അതെല്ലാം വിശ്വാസികളെ ബാധിക്കും. ശുശ്രൂഷകന്മാർ തെറ്റായ കാര്യങ്ങളെ അനുവദിക്കുമ്പോൾ, ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുണ്ടായിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന് പല കാര്യങ്ങളും കൂടെ പറയാനായിട്ട് ഞങ്ങൾ കരുതിക്കൂട്ടിയാണ് വന്നത്. അതെല്ലാം എബി എന്നോട് പറയായിരുന്നു, വെറുതെയാ, അതൊന്നും പറയാൻ പോകുന്നില്ല, അടുത്ത മാസമായിരിക്കും പറയാൻ പോകുന്നതെന്ന്. സാരമില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ പല കാര്യങ്ങളും പറയാനായിട്ട് ഇരുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ രാഷ്ട്രീയക്കാരൊക്കെ നമ്മുടെ വേദികളിൽ കടന്നു വന്ന് സംസാരിക്കുന്നതിൻ്റെ വചനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയാനുണ്ട്. അത് ചുമ്മാ ബ്ലൈൻഡായിട്ട് അത് തെറ്റാണെന്നങ്ങ് പറയുകയല്ല, അത് വചനത്തിലൂടെ പ്രൂവ് ചെയ്യണം നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളും കൂടെ പറയാനുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബഹുമാന്യനായ ബിഷപ്പ് രണ്ടാമത് പറഞ്ഞ വീഡിയോയിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തി, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ് കാണുന്നത്. ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്നെടുത്തു, മണ്ണായവനാണ് മനുഷ്യൻ, അവൻ മണ്ണിലേക്ക് മടങ്ങിച്ചേരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അവരും അവരുടെ സമൂഹവും, വലിയ സമൂഹമല്ലേ, എത്ര കോടിയാ, ആ സമൂഹം പരിണാമവാദത്തെ ഇന്ന് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യനൊരു ഏകകോശ ജീവിയിൽ നിന്നിങ്ങനെ ഉണ്ടായി വന്ന് അത് ഒരു കുരങ്ങായിട്ട് പരിണമിച്ചു. ആദ്യത്തെ കുരങ്ങ് ഹൗവയാണ്, ആദമല്ല. ഹൗവ എന്ന് പറയുന്ന കുരങ്ങിച്ചിയാണ് ആദ്യം ഉണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരു കുരങ്ങ് പരിണമിച്ചു വന്നതിൽ നിന്ന് ആദം വന്നു. അങ്ങനെ അസംഖ്യം കുരങ്ങുകൾ, ആ കുരങ്ങുകൾ ആദമല്ല കേട്ടോ, അങ്ങനെ അസംഖ്യം കുരങ്ങുകൾ വന്നു. ആ കുരങ്ങിൻ്റെ ആദ്യ രൂപം അത് ഒരു പെൺകുരങ്ങ്, അതാണ് ഹൗവ. പിന്നെ ആൺകുരങ്ങ്, അതാണ് ആദം. അതിൽ നിന്നാണ് ഈ മനുഷ്യർ ഇത്രയും വികാസം പ്രാപിച്ചു വന്നതെന്ന ആ പരിണാമ സിദ്ധാന്തം ആ വലിയ സമൂഹം അംഗീകരിച്ചിരിക്കുന്നു. അവർ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നുള്ളത് അദ്ദേഹം പരസ്യമായി പറയുന്ന വീഡിയോസ് എല്ലാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങൾ എന്ന് പറയുന്നത് വെറും കെട്ടുകഥകളാണ്. അത് വിശ്വസനീയമല്ല, നമുക്കൊരിക്കലും അതങ്ങ് അംഗീകരിക്കാൻ കഴിയില്ല. ഈ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ വളരെ അതിശയോക്തിപരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അതൊന്നും വിശ്വാസയോഗ്യമായ കാര്യങ്ങളല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. സഹോദരങ്ങളെ, വെറും ഭോഷന്മാരെ പോലെ നമുക്കിതൊക്കെ വിശ്വസിക്കാൻ കഴിഞ്ഞു. അത് ഓർക്കുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. മരമണ്ടന്മാരാകാനായിട്ടൊരു ഭാഗ്യവും കൂടെ ലഭിച്ചു. ദൈവം മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ചെന്നും ആ മനുഷ്യൻ പാപത്തിൽ വീണുപോയെന്നും അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം മനുഷ്യൻ ഇങ്ങനെ ഉളവായി വന്ന് കുരങ്ങിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഫോം ചെയ്ത് വന്നതിന് ശേഷം അവനെ ഏതൻ തോട്ടത്തിൽ കൊണ്ടുപോയി എന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ 13 അധ്യായം വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ തോട്ടം ഇരിക്കുന്ന 13 അധ്യായത്തിനുള്ളിലാണ്. ഇങ്ങനെയൊക്കെയുള്ള നൂലാമാലകളുണ്ട്. ആ വലിയ സമൂഹത്തിൽ ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ ആളുകളില്ല. ചോദ്യം ചോദിക്കുന്നവരായിരിക്കും ഒരുപക്ഷെ അത് വിട്ട് പുറത്തു വരുന്നത്. ചോദ്യം ചോദിക്കുന്ന മനുഷ്യർ
അന്വേഷണാത്മകതയുള്ളവരാണല്ലോ, ചിന്താശേഷിയുള്ളവരാണ്. അവരുടെ ചോദ്യത്തിന് ഫലപ്രദമായ മറുപടി ലഭിക്കാതെ വരുമ്പോൾ അവരൊക്കെ പുറത്ത് ചാടി വരും. അങ്ങനെ പുറത്ത് ചാടി വരുന്ന മനുഷ്യരാണ് പിന്നീട് ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം പഠിച്ചും ധ്യാനിച്ചും ഒക്കെ യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്ന ഇങ്ങനെ പറഞ്ഞാണ്, നമ്മൾ വിശേഷപ്പെട്ടൊരു ജനവർഗമാണ്. വിശേഷത ഉണ്ടായിട്ടല്ല, ദൈവം നമുക്കൊരു വിശേഷത കൽപ്പിച്ചാക്കിയത് കൊണ്ടാണ്. അല്ലാതെ നമ്മൾ എന്ത് വിശേഷതയുണ്ട്? നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചു എന്ന കാരണത്താൽ, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്തി എന്ന കാരണത്താൽ, ആ ക്രിസ്തുവിനെ ധരിച്ചു, അവൻ്റെ വചനം പ്രമാണിച്ച് മുൻപോട്ട് വിശുദ്ധ ജീവിതം നയിച്ചു പോകാൻ ഉത്സാഹിക്കുന്നു എന്ന കാരണത്താൽ, വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന പോലെ ഇതാ ജാതികളോടുകൂടെ എണ്ണപ്പെടാത്ത വേർപെട്ട ഒരു ജനവർഗം അല്ലേ, ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല, തനിച്ചു പാർക്കുന്ന ജനമാണ്, വിശേഷപ്പെട്ട പ്രമാണങ്ങൾ കയ്യിലുള്ളവരാണ്. ആ പ്രമാണങ്ങളെ അഗണ്യമാക്കാൻ കഴിയില്ല, അലക്ഷ്യമാക്കാൻ കഴിയില്ല, അതിനെ നിസ്സാരമാക്കാൻ കഴിയില്ല. അങ്ങനെ എപ്പോഴൊക്കെ ഇസ്രായേൽ നിസ്സാരമാക്കിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർ ശിക്ഷ വാങ്ങിയിട്ടുണ്ട്, അവർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രമാണങ്ങളെ നിസ്സാരമാക്കാൻ കഴിയില്ല. എഴുതപ്പെട്ട പ്രമാണങ്ങൾ, പിതാക്കന്മാരാൽ നമുക്ക് ബോധ്യം ലഭിക്കപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് തന്നെയല്ല സ്വർഗം നമ്മോട് സംസാരിച്ച കാര്യങ്ങളൊക്കെയുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നാം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കേണ്ടവരാണ്. ഫീനഹാസിനെ ഓർക്കണം. ഫീനഹാസ് ഒരുവനായിട്ട് ആ ജനത്തിന് നടുവിലേക്ക് കടന്നു ചെന്ന് ചില വീര്യപ്രവൃത്തികൾ ചെയ്തപ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായി തീർന്നു. ഇസ്രായേലിനെ ആ ബാധയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനിടയായി. ഈ കാലഘട്ടത്തിലും അനേക ബാധകൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുകയാണ്. അതിൽ നിന്നൊക്കെ ദൈവജനം തെറ്റിയൊഴിഞ്ഞവരായി, വീര്യം പ്രവർത്തിക്കുന്നവരായി, കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.